പിള്ളേരാണ് എന്നുള്ളൊരു ആണെങ്കിലും നമ്മുടെ ഇടയിൽ വന്ന് നിന്നിട്ട് പിള്ളേരുടെ ഒരു ലെവലിൽ നിന്ന് ഒരേ ഒപ്പം റീലെടുക്കണ വൈബായിരുന്നു മൊത്തം. സിനിമ എന്ന് തന്നെ തോന്നിയിട്ടില്ല. ആലപ്പുഴ ജിംഖാന സിനിമയാണെന്ന് തോന്നിയിട്ടില്ല. നമുക്ക് മാത്രമുള്ളതല്ല, ഒരു ദിവസം എൻ്റെ അമ്മ പേപ്പർ വായിച്ചിട്ട് അയ്യോ ഈ ചെക്കൻ മരിച്ചോന്ന് നോക്കുമ്പോ 78 വയസ്സ് ഹൃദയാഘാതം മൂലം മരിച്ചു. അമ്മയുടെ വീടിന്റെ അടുത്തുള്ളതാ, അവര് സ്കൂൾ പഠിഞ്ഞ് കാണുന്ന അമ്മ. ഓഡിഷൻ എവിടെ വെച്ചായിരുന്നു? ഇവിടെ വൈറ്റില. ഓഫീസാണോ? അല്ല, അവിടെ ഫ്ലാറ്റാ. ഫ്ലാറ്റാ? പ്രൊഡക്ഷനും ഫ്ലാറ്റും കൂടെ. പ്രൊഡക്ഷൻ ഫ്ലാറ്റാണ്. ഇനി ആൾക്കാർ ഇത് ശരിയാ, സിനിമയിൽ പ്രൊഡക്ഷൻ ഫ്ലാറ്റിനാണ് ഒരു ഫ്ലാറ്റ് എന്നാ അല്ലേ? ഇപ്പൊ ഞാൻ ഇങ്ങനെ പ്രൊഡക്ഷന്റെ ഫ്ലാറ്റിലിരിക്കുക. ഫ്ലാറ്റ് അപ്പോഴേക്ക് ഇവര് മറ്റേ നോളന്റെ ഇന്റർവ്യൂ ഒക്കെ വെച്ചോണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞ് ഇവര് കിടന്നുറങ്ങി. അപ്പൊ ഞാൻ അത് മാറ്റിയിട്ട് ഞാൻ അതല്ല തുടങ്ങുമല്ലേ? തുടങ്ങിക്കോ. ഹായ് നിങ്ങൾ ആദ്യമായിട്ടാണോ തുടങ്ങി? തമാശ തുടങ്ങി. ഒരു 2 മിനിറ്റ് എന്നാ നീ ഇൻട്രോ പറ. ഇതൊന്നും തുടങ്ങാം അല്ലേ? ഹായ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വിറ്റ് ടോക്സ്. എനിക്കിത് പറഞ്ഞത്ര ശീലമില്ല. നിങ്ങൾ സബ്സ്ക്രൈബ്. എല്ലാവർക്കും വിറ്റ് ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ മാനേജറുടെ അഭ്യർത്ഥന പ്രകാരം തുടക്കത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് പ്ലീസ്. ഈ മെഴുകുതിരിഞ്ഞ് അധികം നാൾ കത്തണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അല്ല, ഇന്ന് നമ്മുടെ എപ്പിസോഡ് കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ആ ചേഞ്ച് മനസ്സിലാകും. കാരണം നമ്മുടെ പല വൻ നമ്പറോളമുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്റ്റുഡിയോ ആയിരുന്നു ഇത്. നമ്മൾ ഇവിടുന്ന് മാറിയാണ് വേറെ പുതിയ സ്റ്റുഡിയോയിലോട്ട് പോയത്. പക്ഷെ നമ്മൾ കുറച്ച് പഴമയിലോട്ട് തിരിച്ചു വന്നേക്കാണ്. കുറച്ചധികം പഴമയിലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 കൊല്ലത്തോളം പഴമയിലോട്ട്. അങ്ങനെ നമ്മുടെ പഴയ സന്തത സഹചാരി കാർത്തിക്കാണ് നമ്മുടെ ഗസ്റ്റ്. കാർത്തികിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ പിക്കപ്പ് ലൈൻ എന്ന മഹാപരാധം വൈറലാക്കിയ ഒരാളാണ് കാർത്തി. ഞാൻ യോജിക്കുന്നു. മറ്റേത് ഹേ 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 കാർത്തി, ഇത് ഹേ കാർത്തി അല്ല, ശരിക്കും അന്ന് കാർത്തി മാത്രമായിരുന്നില്ല പിക്കപ്പ് ലൈൻ. പക്ഷേ വൈറലായത് ഇവൻ വഴി തന്നെയായിരുന്നു. എല്ലാവരും പിക്കപ്പ് ലൈനാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അന്ന്. അല്ല, അത് ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. അല്ല, അത് നമ്മളൊരു സാധനം എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെട്ട് ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം അത് നമ്മുടെ തലയിലാക്കിയത്. കാരണം ആദ്യം ആകെ 2 സെറ്റിലെ പ്രാസം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ദേവനെ ആൾക്കാർ പ്രാസം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിക്കപ്പ് ലൈനിന് ഫാൻസ് ഉണ്ടാ മഹാപരാധം എന്നൊക്കെ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല അല്ലേ? അല്ല, അത് ഒരു കാലത്തുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഫാൻസ് ഇല്ല. ഇപ്പോഴും മഹാദേവൻ മെസ്സേജിലൊക്കെ പിക്കപ്പ് ലൈൻ അടിക്കാറുണ്ട്. കാർത്തി പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ അടിക്കും. അത് കാരണം ഒന്നും സെറ്റ് ആവണില്ല. എനിക്ക് പക്ഷേ ഇവര് 2 പേരും കാണുമ്പോൾ ഭയങ്കര ഇതാ. നമ്മള് പമ്പർച്ചേരിയിൽ ഷെഡ്യൂളുകളിൽ ഒരുമിച്ചുണ്ടാവണ്ട. ഞാനും ഇവനും തമ്മിൽ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടെന്ന് ഇവൻ പറയാറുണ്ട്. ഇവൻ ആ ജനറേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്ന അവനെ കാണുമ്പോഴാണ്. അവന്റെ ദൃഷ്ടിയിൽ നമ്മളിപ്പോ എടാപോടാ ബന്ധമല്ല. കാരണം ഇവൻ വളർന്നു അന്ന് ഇത്രയും പ്രായമില്ലായിരുന്നു. ജനറേഷൻ ഗ്യാപ്പ് കടന്നു വളർന്നു. അന്ന് ഇവന് ഞാൻ തന്ന വൈബായിരുന്നു, ഇവൻ തന്ന വൈബ് എന്ന് കാണുമ്പോ എനിക്കൊരു സന്തോഷം. അത് നമ്മുടെ 3 ജനറേഷൻ്റെ അല്ലേ? 3 തലമുറയാണ്. ശരിക്കും നമ്മൾ വമ്പർച്ചിരിയിൽ കണ്ട് പരിചയമുണ്ട്, നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ശരിക്കും കാർത്തി ആ പഴയ കാർത്തിയല്ല. അങ്ങനെ പഴയ കാർത്തിയാണ് നമ്മൾ വിളിക്കൂലല്ലോ. ഇന്ന് കാർത്തി മറ്റൊരു നിലയിലാണ് നിൽക്കുന്നത്. കാർത്തി ഇന്ന് സിനിമ നടനാണ്. കാർത്തി അത് അനൗൺസ് ചെയ്തായിരുന്നു ഒഫീഷ്യലി, ഇൻസ്റ്റാ പേജിലൊക്കെ അനൗൺസ് ചെയ്തില്ല. ഞാൻ സ്റ്റോറി മാത്രമേ ഇട്ടുള്ളൂ. പോസ്റ്റുകളൊന്നും വന്നിട്ടില്ല. അപ്പൊ ആൾക്കാരുടെ ഇടയിൽ ഒരു പുകമറുണ്ട്, അത് നീ ക്ലിയർ ചെയ്യും. എക്സ്ക്ലൂസീവ് ആയിട്ട് പറഞ്ഞോളൂ. എന്താണ് കാർത്തിയുടെ ജീവിതം? സിനിമാ ലോകത്തിലേക്കുള്ള കാൽവെപ്പ്. അങ്ങനെ കാല് താഴെ വെക്കാൻ കാണിച്ച മനസ്സ്. ഇവിടുന്ന് എന്റെ ശരീരം അഭിനയിക്കാറ്. ഞാൻ ഇവിടെ ശരിക്കും കാലെടുത്തിക്കൊണ്ട് മുന്നോട്ട് വെച്ചു. നമ്മുടെ ക്യാമറ ഇതുപോലും കറക്റ്റ് വരത്തില്ല. അപ്പോഴാണ് ഞാൻ ഈ താഴെ കിടക്കുന്ന കാലെടുത്തി. നീ പറയടാ, ഗ്യാപ്പ് കിട്ടുമ്പോ എനിക്ക് ഇതിന്റെ ഇത് മനസ്സിലാവുന്നില്ല. എവിടെയാ മിണ്ടണ്ടേ? ചോദ്യം ചോദിച്ചിട്ട് വർത്താനം ചോദിച്ചിട്ട് വേറെ 5 ടോപ്പിക്ക് ഇവിടെ പോയി. നമ്മള് ഇത് എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളെല്ലാവരും സ്റ്റോക്ക് തീരും. പിന്നെ ഇത് മറ്റേ ശ്മശാനം ആദ്യം എടുത്ത് പൊട്ടിക്കാണ്. നിന്റെ സിനിമ പറ. ആലപ്പുഴ ജിംഖാന. ആലപ്പുഴ ജിംഖാന 2ാമത്തെ സിനിമയാണ്. അപ്പൊ ആദ്യത്തെ ഇടിയൻ ചന്തു. ശരിയാണല്ലോ, വിഷ്ണു ഉണ്ണികൃഷ്ണനോട് ആദ്യം ഫോട്ടോ പീറ്റർ ഹെയ്ൻ.
പീറ്റർ ഹെയിൻ്റെ ഫൈറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളി പക്ഷേ നമ്മളെ കണ്ടില്ല. ഫൈറ്റിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായി. അപ്പം അങ്ങനെ രണ്ടാമത്തെ പടമാണ് ആലപ്പുഴ ജിംഖാന. ഒക്കെ വലിയ ടീമിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് പടം മൊത്തത്തിലൊരു 90 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ ഒരു 90 റീലെടുക്കുന്ന പോലെയായിരുന്നു. ഭയങ്കര പ്രഷർ പരിപാടിയൊന്നും ഇല്ല. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ തന്നെ അവരൊക്കെ നമ്മളെ ഭയങ്കര കാര്യവും പിള്ളേരാണ് എന്നുള്ളൊരു ഡയറക്ടറാണെങ്കിലും നമ്മുടെ ഇടയിൽ വന്ന് നിന്നിട്ട് പിള്ളേരുടെ ഒരു ലെവലിൽ നിന്ന് ഒരേ ഒപ്പം റീലെടുക്കണ വൈബായിരുന്നു മൊത്തം. സിനിമയെന്ന് തന്നെ തോന്നിയിട്ടില്ല. ആലപ്പുഴ ജിംഖാന സിനിമയാണെന്ന് തോന്നിയിട്ടില്ല. റീല് മാത്രമാണ്. 90 പ്രഷറില്ല. ഇത് ഇൻസ്റ്റയിലൂടെ റിലീസ് 90 എപ്പിസോഡ്. അല്ല അല്ല, ഇതിലേക്ക് എങ്ങനെ എത്തി നീ സിനിമയിലേക്ക്? അല്ല, ഇവൻ തുടക്കം തൊട്ട് പറഞ്ഞോട്ടോ. അതായത് സാധാരണ ബമ്പർ സീരിയലിലേക്ക് നീ എത്തി? ബമ്പർ ശരി നിങ്ങളൊക്കെ യാദൃശ്ചികമാണ്. ഇൻസ്പയർ ആയി. നമ്മളിത് ഇൻസ്പയർ ആയി. നീ എന്തിനാ നേരെ കയറി പറഞ്ഞത്? ഇപ്പൊ നമ്മൾ പറയിപ്പിച്ച പോലെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടില്ല നമ്മളിന്നല്ല ജോൺ ചേട്ടൻ എന്ന് പറയണെന്ന്. ആ ജോൺ ചേട്ടൻ ആദ്യം മെസ്സേജ് അയച്ചേ, ഇയാൾ നോക്കാത്തോണ്ട് ഞാൻ മഹാദേവൻ. അത് അങ്ങനെ കഥയുണ്ട്. നീ അത് വീണ്ടും പറഞ്ഞു. അതായത് ഫസ്റ്റില് പോയാ മതി. ഒരു തവണ നീ ഇവര് മെസ്സേജ് ഒക്കെ എടുക്കുമ്പോ ഇപ്പൊ വർഷങ്ങൾക്ക് മുന്നേ അയച്ച മെസ്സേജ് അതിനകത്ത് കിടക്കുന്നു. അങ്ങനെ കുറച്ച് പേർക്ക് അയച്ചിട്ടുണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം അതുകൊണ്ടല്ലേ നിന്ന് ഇതിന് പരിപാടിക്ക് വിളിച്ചപ്പോ മെസ്സേജിന് റിപ്ലൈ തരാറുണ്ട്. നീ പക പോകുകയാണല്ലോ. അന്ന് ജോൺ ജോ സ്റ്റാറാ. അന്ന് കാർത്തിക് കോളേജിൽ പോയി ഒരു സാധാരണ പയ്യൻ. കാർത്തിക് കോളേജിലൊക്കെ കോളേജ് കഴിഞ്ഞാ? കോളേജ് കഴിഞ്ഞു. നിർത്തിയോന്നല്ല, നീ ചെയ്ത ദിവസം 3 വർഷം കഴിഞ്ഞു. 3 വർഷമായില്ലേ? സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് അവിടെ വന്നത്. അല്ലല്ല, ഫസ്റ്റ് ഇയർ. സെക്കൻഡ് ഇയർ. നമ്മുടെ സ്റ്റാൻഡപ്പ് കരിയറിന് 3 വർഷം കഴിഞ്ഞു. കരിയർ തീർന്നു. തുടങ്ങിയ സമയത്ത് അവൻ നിനക്ക് മെസ്സേജ് അയച്ചിട്ടിരുന്നു. നീ ആണെങ്കിൽ മെസ്സേജ് ഓപ്പൺ ചെയ്യത്തില്ല, പെണ്ണുങ്ങളെ മാത്രമല്ല നീ ഓപ്പൺ ചെയ്യത്തുള്ളൂ. അപ്പൊ ഹേ കാർത്തിക എന്നായിരുന്നു ഇവൻ ഓപ്പൺ ചെയ്തേനെ. ഒരു 2-3 അക്ഷരത്തിന്റെ കുറവുകൊണ്ട് മിസ്സായി പോയതാ, നീ ക്ഷമിക്കും. അല്ല, ഞാൻ പറഞ്ഞു നമുക്ക് റിലേറ്റബിൾ ആണല്ലോ. നമ്മളും ഇതുപോലെ പ്രത്യേകിച്ച് എനിക്ക് വേറെ ഐഡിയ ഒന്നുമില്ല. ഞാൻ തുടങ്ങുമ്പോൾ പെട്ടെന്നൊരു ഇതിൽ വന്നു. അതുപോലെ തന്നെയാണല്ലോ നീ ഇപ്പം കോളേജിൽ പോയിക്കൊണ്ടിരിക്കണം. നീ അതുവരെ കണ്ടന്റ് ഒന്നും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. അവിടുന്ന് നേരെ ബമ്പർ 4 പേരെ അറിയണമെന്നുള്ളൊരു മൈൻഡ് ഉണ്ടായി. പറഞ്ഞതിന് മുമ്പ് യൂട്യൂബ് ചാനലൊക്കെ യൂട്യൂബ് വരുന്നതിന് മുന്നേ റോസ്റ്റിംഗ് ശരിയാ. 4 പേരെ അറിയണം എന്നുള്ളൊരു സാധനമുണ്ട് മൈൻഡില്. ആ സാധനമുണ്ട്. ഇറങ്ങുമ്പോ 4 പേര് നോക്കണം. അങ്ങനത്തെ ഫുട്ബോൾ കളിച്ച് ബ്രസീലിൽ പോയി സെറ്റിൽ ആവാന്നൊക്കെ ആയിരുന്നു. ഫുട്ബോളെ കളിച്ച് ബ്രസീലിൽ പോയി സെറ്റിൽ ആവാന്നായിരുന്നു. അത് ബ്രസീലിൽ പോയി സെറ്റിൽ ആവാനുള്ള ബ്രസീൽ അങ്ങനെയൊക്കെ അണ്ണന്മാരങ്ങനെയൊക്കെ പറയുന്നത്. ഇന്ത്യയൊന്നും കാര്യമില്ല, പുറത്തു പോണം. ബ്രസീൽ അണ്ണന്മാരങ്ങനെ പറയുമായിരുന്നു. എടാ, ഇവൻ നമ്മൾ ബമ്പർച്ചിരി ഫുട്ബോൾ കളിക്കാൻ നിങ്ങൾ പോകുമ്പോൾ എപ്പോഴും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. തലക്കടി മൂക്കിനോ ചോരയൊക്കെ നിങ്ങൾ ഇവൻ കളിക്കുന്ന ഓർമ്മയുണ്ടോ? നന്നായിട്ട് കളിക്കരുത്. ഇവനൊക്കെ കാരണമാണ് കളി പ്രാന്തായി പോയത്. ഇവനും ഒരു 2-3 പേരും ഭയങ്കര സ്പീഡ്. നമ്മളെന്ന് വെച്ചാൽ മറ്റേ നമ്മളിങ്ങനെ എന്തേലും കാണിക്കും, എല്ലാവരോടും ചിരിക്കും, കിടന്ന് വീണ് ചിരിക്കുന്നു. ടർഫ് ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ചിരിയും കളിയും ഭയങ്കര രസം. പിന്നെ അങ്ങോട്ട് കളി മാറി. ഇവര് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. വാശിക്കടി ബമ്പർ കിട്ടാത്തതിന്റെ ശേഷമൊക്കെ അവിടെ തീർന്നു. ഫുള്ള് വെറുതെ നമ്മള് ഷെഡ്യൂൾ കഴിഞ്ഞ് വൈകുന്നേരം പോകുന്നതാണല്ലോ. രസമായിരുന്നു. മൂക്കിന്ന് ചോര എന്റെ അല്ലേ വന്നുള്ളൂ. നിങ്ങൾക്കൊക്കെ രസമായിരുന്നു. അല്ല, എനിക്ക് കളി കണ്ടു കഴിഞ്ഞാൽ കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാ. കളി കാര്യമായിട്ട് കളിക്കില്ല. ഞാൻ ഇയാളെ ഡ്രോപ്പ് ചെയ്യാൻ പോയതാ, എന്നിട്ട് തിരിച്ചു വന്നതാ. എനിക്ക് ആളെ തികത്തോണ്ട് എന്നെ പിടിച്ച് കളിപ്പിച്ചതാ. നമ്മളിതൊരു എപ്പിസോഡ് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ കഥ. അല്ല, ഫുട്ബോൾ എപ്പിസോഡിനകത്ത് ശരിക്കും ഈ ഡിസ്കഷൻ വന്നായിരുന്നു. അപ്പൊ എന്നിട്ട് നീ അങ്ങനെ ഫുട്ബോൾ ആയിരുന്നു എന്റെ ആദ്യത്തെ. പിന്നെ എന്റെ ഓടുമ്പോ തന്നെ നമ്മൾ ആരെങ്കിലും ഉന്തിയാ ഞാൻ വീഴും. ഫിസിക്ക് ഭയങ്കര അലമ്പാ. അപ്പൊ പിന്നെ പതുക്കെ മാറിയല്ല. ഇപ്പോഴും ഇഷ്ടമാണ്, പക്ഷെ ഒരു ആവറേജ് വൈബേ ഉള്ളൂ. ഇപ്പം കളിക്കാൻ പോകാറില്ലേ? ഇല്ല, ഇപ്പം കളിക്കാൻ സ്ഥലമൊന്നും ഇല്ല. ഞങ്ങളുടെ അവിടുത്തെ കോളേജൊക്കെ ഹൈവേ വീതി കൂട്ടി ശോകമായി. ഇപ്പൊ കൊച്ചിയിൽ വന്നപ്പോൾ ടർഫൊക്കെ ഇല്ലേ, കളിക്കാൻ പോകത്തില്ലേ? കൊച്ചിയിൽ ടർഫുണ്ട്, പോണം. ഈ ആലപ്പുഴ ജിംഖാന ഷെഡ്യൂളിലിടയ്ക്ക് ക്രിക്കറ്റ് ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് സിനിമാക്കാരുടെ ഒരു റീൽസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഖാലിദ് റഹ്മാൻ നെസ്ലിനുമായിട്ട് ക്രിക്കറ്റ് കളിച്ചു. ഓക്കെ, ഇനി ഫുട്ബോളിൽ നിന്ന് ബാക്കി കഥ പറഞ്ഞിട്ട് നീ ബമ്പർച്ചിരിയിലേക്ക് എങ്ങനെ വന്നു?
അങ്ങനെ 4 പേര് അറിയണമെന്ന മോഹവുമായി ഒരു ചെറുപ്പക്കാരൻ ഒരു സെറ്റുമായി വരികയാണ് സുഹൃത്തുക്കളെ. ജോൺ ജോക്കൊക്കെ മെസ്സേജ് ആരും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ 4 അത് ഇടയ്ക്കിടയ്ക്ക് പറയല്ലേ. ഇവിടെ കുത്തിത്തിരിക്കുക. അതല്ല, 4 പേര് അറിയണം എന്നുള്ള ആഗ്രഹം. അത് നമ്മൾ നേരത്തെ എല്ലാവർക്കും ഉള്ള സാധനമാണ്. നമ്മളിവിടെ ഗസ്റ്റായിട്ട് പറഞ്ഞ എല്ലാവരും പറയാറുണ്ട്. അങ്ങനെയല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാർക്കും ഉള്ളതാണ്. അല്ല, അത് ബമ്പർച്ചിരി ആവാം എന്നുള്ള സാധനം ചൂസ് ചെയ്യാനായിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ കണ്ടതിൽ ബമ്പർച്ചിരി ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അയച്ചു കൊടുക്കാം. അവിടെ വരെ പോകേണ്ട പരിപാടിയില്ല, ക്യൂ നിൽക്കണ്ടേ. മറ്റേ സ്റ്റാർ സിംഗറിൻ്റെ ഓഡീഷനൊക്കെ നമ്മൾ പണ്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ റോഡ് വരെ ക്യൂ പരിപാടി, ഭയങ്കര ബഹളം. ഇതാകുമ്പോൾ വാട്സാപ്പിൽ അയച്ചു കൊടുക്കാന്ന് എഴുതി. സ്റ്റാർ സിംഗർ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്റ്റാർ സിംഗറിൽ ക്യൂ ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവിടെ എത്തണ്ട. താഴെ കോമൻസിൽ പാടുന്നവനായിരുന്നു. അപ്പോൾ അങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാമല്ലോ, പണിയെടുക്കണ്ട. ക്യൂവിന്റെ ഇന്റർവ്യൂ എല്ലാം കൊടുത്തോ? ക്യൂവിന് ഇല്ല. ഞാൻ സ്വപ്നം കണ്ടാന്ന് പറഞ്ഞു. നീ പെട്ടെന്ന് ക്യൂവിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ക്യൂവിൽ ഇന്റർവ്യൂ എടുക്കാൻ സ്വപ്നം കണ്ടു. ഞാൻ ഓർത്തി കൊടുത്തു. ഇത് അടിക്കാൻ വേണ്ടി സ്വപ്നത്തിനും എടുത്തിട്ട്. അല്ലല്ല, ശരിക്കും. അപ്പൊ എന്നിട്ട് ക്യൂ ഇല്ലാത്തൊരു പരിപാടി. അപ്പൊ പിന്നെ ഒരാള് മതി. അയച്ചു കൊടുത്തിട്ട് റിജക്റ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്കൊക്കെ മെസ്സേജ് അയച്ച. ഓ, അങ്ങനെയായിരുന്നല്ലേ? ഒരു സഹായത്തിന് വേണ്ടി വിളിച്ചാ ശരിയാക്കാൻ നിന്റെ ഉദ്ദേശം എന്തായിരുന്നു? സമയവും പരിപാടിയൊക്കെ ചോദിച്ചാ എത്ര മിനിറ്റ് അയക്കണം. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യുന്ന ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. മഹാദേവ റിപ്ലൈ ഞാൻ റിപ്ലൈ തന്നിട്ടില്ല. തന്നു, അത് കഴിഞ്ഞ കണ്ടാന്ന്. അത് ഈ പരിചയത്തിന് ശേഷം ആരും കൊടുത്തു. പരിചയം അതിന് ശേഷം ഒന്നല്ല, അതിന് മുമ്പേ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഞാൻ മറ്റേ നമ്മുടെ ഇതുപോലെ ആ ഒരു സാധനം എന്ന് വെച്ചാൽ എനിക്കും ഭയങ്കര പേടിയായിരുന്നു ആൾക്കാരോട് അങ്ങനെ ചോദിക്കാനൊക്കെ. എന്തായാലും ഒരു പരിപാടി ഭയങ്കരമായിട്ട് നിൽക്കുമ്പോൾ ഒരാൾ അങ്ങനെ വന്നിട്ട് ചേട്ടാ നമുക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ ചിന്തിക്കണം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ പറ്റിയോ, പിന്നെ ആ ഒരു സാധനം ആയിരിക്കുമല്ലോ എടുക്കണം. പക്ഷേ ഞാൻ എന്നോട് വെറുതെ ഒക്കെ വന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാനിങ്ങനെ എല്ലാവരോടും പറഞ്ഞു നമ്മൾ സെറ്റ് എഴുതുന്ന പോലെ തന്നെ ഇത് ഒരു സെറ്റുണ്ട്. അതായത് ഇങ്ങനെ ചോദിക്കണവരോട് പറയാനുള്ളൊരു സെറ്റുണ്ട്. അതായത് പ്രോസസ്സ് ഇതാണെന്നുള്ള സാധനം എന്നിട്ട് വിനിച്ചേട്ടൻ്റെ നമ്പറും കൊടുക്കും. അവർ മെസ്സേജ് അയക്കും. ഞാൻ നിനക്ക് അത് തന്നെ ആയിരിക്കും അയച്ചത് അല്ലേ? അപ്പം അങ്ങനെ അത് ഞാൻ പറയണ കട്ട് ചെയ്തോളാം, നീ പറ. അങ്ങനെ ബമ്പർച്ചിരിയിൽ ഫസ്റ്റ് ഇതിൽ വരുന്നു. എന്നിട്ട് വീണ്ടും റിജക്റ്റ് ആയപ്പോൾ പറഞ്ഞു ഫസ്റ്റ് ഹാഫ് അല്ല, ഇനി അത് അന്നത്തെ സാധനം അടിക്കാനല്ലേ. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഇതെന്താ സിനിമയാണോന്ന് ചോദിച്ചേ. ഓ, അങ്ങനെ ഇക്കേ അടിച്ചേ മറ്റേ ഇന്റർവ്യൂവിന്, മറ്റേ ഓണപരിപാടിക്ക്. പുള്ളി തമാശ പറഞ്ഞ് തള്ളുക, പുള്ളി അതങ്ങ് വിറക്കി വിടുവോ? ഓർക്കല്ലേ പറ്റിയത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് മോശമാണ്, സെക്കൻഡ് ഹാഫ് കൊള്ളൂല, മാറ്റി എഴുതിക്കോളാൻ പറഞ്ഞല്ലേ. മാറ്റാൻ പറഞ്ഞു. അതന്നെയല്ലേ ഞാൻ പറഞ്ഞു. ഞാനൊന്ന് ഭംഗിക്ക് പറഞ്ഞു. അപ്പോഴേക്കും അപ്പം ഞാൻ എല്ലാവർക്കും മെസ്സേജ് അയച്ചു, ഒന്നുകൂടെ റിസർച്ചൊക്കെ ചെയ്തു പരിപാടി എങ്ങനെയാണെന്ന് അറിയാം. പിന്നെ ഇരുന്ന് വീടിൻ്റെ പുറത്തിരുന്ന് ഇങ്ങനെ മരങ്ങളൊക്കെ നോക്കി കുറച്ച് എഴുതി. മരങ്ങൾ നോക്കി അതെന്തോ കംപ്ലീറ്റ് ചെയ്തത്. വീടിനൊക്കെ പുറത്ത് ഞാനിങ്ങനെ മരങ്ങൾ പ്രകൃതിയായിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ക്രിയേറ്റിവിറ്റി ഉണർന്നു. ഇല്ല, അന്ന് ഞാൻ നല്ല കുട്ടിയായിരുന്നു. ഇപ്പൊ സിനിമ ശരിക്കും സിനിമ യുവാക്കളെ വഴിതെറ്റിക്കും. നമുക്ക് ചർച്ചയുടെ ഒരു ഡീവിയേഷനിലേക്ക് വിടാം. വഴി തെറ്റേണ്ടവർക്ക് തെറ്റാം, തെറ്റേണ്ടവർക്ക് തെറ്റാം. അതല്ലേ? അപ്പൊ നീ തെറ്റേണ്ടവനാണോ? നീ എത്ര ശതമാനം മറുപടി പറയണം, അല്ലെങ്കിൽ നീ പെടും. അങ്ങനെയില്ല, നല്ലൊരു പരിപാടിയാ. നല്ലൊരു പരിപാടിയാണ്. എന്ത് തെറ്റണോ? സ്ട്രെസ് ഒന്നും തോന്നിയില്ല. റീൽ എടുക്കണമല്ലോ. വന്നപ്പോ ഭയങ്കര സെൻസേഷൻ ആയിട്ട് തന്നെയായിരുന്നു മനോരമയില് ഫസ്റ്റ് എപ്പിസോഡ്. ഭയങ്കര കലകല. അത് തന്നെ ഫസ്റ്റ് ഞാൻ കയറി ആദ്യത്തെ ഒരു 30 സെക്കൻഡ് പറഞ്ഞു, വിറച്ചിട്ട് ഇറങ്ങി, വെള്ളമൊക്കെ തന്നു. എന്നിട്ട് നീ അടുത്ത സ്കിറ്റ് കഴിഞ്ഞിട്ട് വാ നോക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവരവിടെ സ്കിറ്റ് കളിക്കുന്ന ഒച്ചയും ഞാൻ പുറത്തിരുന്നു. എനിക്കൊന്നും കിട്ടുന്നില്ല. എഴുതിയ സ്ക്രിപ്റ്റൊക്കെ എവിടെയോ പോയി, മറന്നുപോയി. മനസ്സിൽ മറ്റേ ആ AC റൂമിൽ കയറുമ്പോൾ ഒരു മണവും സ്റ്റുഡിയോ ഫ്ലോറും അതിന്റെ വലിപ്പവും. അത് സത്യമല്ലേ, ടി വി കാണുമ്പോ ആൾക്കാർ അത് നേരിട്ട് കാണുമ്പോ ഒരു പേടിയോ സൈലൻസും. അപ്പൊ എനിക്ക് അതിൽ കയറിയപ്പോ ഒരു പേടി തോന്നിട്ടുണ്ട്. ഞാൻ ഫണ്ട്സ് അപ്പോണ ടൈമിന്റെ ഒരു ചെറിയ സ്റ്റേജിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഏകദേശം ഒരു സിങ്ക് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന്റെ വേറൊരു ആംഗിള് പറയാം. അതിപ്പോ ജോൺ ചേട്ടൻ പറഞ്ഞു നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ് ആദ്യം പറഞ്ഞു വെച്ചിരുന്നത്. നമ്മൾ 10 വയസ്സിന് ഡിഫറൻസ് ആ പരിപാടി. എനിക്ക് പിന്നെ ആ സാധനം എനിക്ക് തോന്നിയത് ഇവനായിട്ടാണല്ലോ, ഇവനോട് വന്നു കഴിഞ്ഞു. അപ്പം ഞാൻ ആ ഒരു 4ാമത്തെ എപ്പിസോഡോ ഏതോ ഒരു സാധനമായപ്പോൾ ഞാൻ സ്റ്റക്കായിരുന്നു ഇതിനകത്ത്. അതായത് 4-5 ഏതോ എപ്പിസോഡിൽ സ്റ്റക്കായി അവസാനം ഞാൻ ഇത് നിർത്താമെന്ന് തീരുമാനിച്ച്. ഞാൻ മറ്റേ അവിടെ നിന്ന് കുറച്ച് പ്രശ്നമായി, അത് പിണങ്ങി ഇറങ്ങണ പരിപാടി പോലെ ഒരു പരിപാടി വന്നു. പെട്ടെന്ന് ഫീൽ ആവില്ല എനിക്ക്. ഞാനവസാനം ഇത് ഒന്നും ചിന്തിക്കാനുള്ള രണ്ടാമതൊരു ചിന്തയൊന്നുമില്ല. ഞാൻ ഇത് നിർത്തുവാണെന്നുള്ള സ്കീമിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ബാക്കി എല്ലാവരും
ഇത് അവിടെ ഭയങ്കര പ്രശ്നമായ പോലുള്ള സാധനത്തെ സെലിബ്രേറ്റ് ചെയ്യണം അല്ല ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ വന്ന് അവിടുത്തെ ഒരു പരിപാടി അറിയാമല്ലോ അതിൻ്റെയാണ് സാധനം പോട്ടെ. പക്ഷെ ജോൺ ചേട്ടൻ അവിടെ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്ന രീതിയിൽ സംസാരിച്ച്. ആദ്യമായിട്ടാണ് അത്ര സീരിയസ് ആയിട്ട് ഇതിനകത്ത് വാശി പിടിക്കുകയാണ്. അതായത് പുള്ളിക്കും അറിയാൻ പുള്ളി പറഞ്ഞാൽ ഞാൻ നിൽക്കും എന്നുള്ള, അല്ലെങ്കിൽ അതായത് അതിൻ്റെ ഭയങ്കര സെൻസിലാണ് പറയണേ. എനിക്ക് അവസാനം എനിക്കിത് മൊത്തത്തിൽ ഭയങ്കര പ്രശ്നമുണ്ട് അപ്പുറത്ത്. പക്ഷേ ജോൺ ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഇതെങ്ങനെ ചെയ്യാതിരിക്കും എന്നുള്ളൊരു സാധനത്തിൽ ഞാൻ ഇങ്ങനെ ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക. എന്നിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ആ ഒരു ചെറിയ പ്രശ്നം മാറി ഇതിനകത്ത് തിരിച്ചു പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത് അവിടെ കൊണ്ട് നിർത്തിയേനെ. അപ്പോൾ നമുക്ക് വേറെ ഓപ്പണിംഗ് ഒന്നും കിട്ടാനുള്ള സെറ്റപ്പ് ഞാൻ എത്തിയിട്ടുമില്ല ഇപ്പം. പക്ഷേ ഈ പറഞ്ഞ അവിടെ നിന്നാണ് ആ ഒരു റീ എൻട്രി വരുന്നത്, അല്ലെങ്കിൽ പിന്നെയും ഇത് ചെയ്യാനുള്ളൊരു സാധനമൊക്കെ വരണത്. ആ ഒരു നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് ഒരു മെൻറ്റർ ഉണ്ടാകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇവൻ ഇതേ സാധനം അടിച്ച് ഞാൻ ഇത് ഓവർകം ചെയ്ത് ഞാൻ അപ്പുറത്തേക്കുമ്പോഴത്തേക്ക് ഇവന് സ്ഥിരമായിട്ട് അവിടെ കയറുമ്പോൾ മറന്നു പോവുക, ടെൻഷൻ കണ്ടന്റ് മറന്നു പോകണം. ലാസ്റ്റ് ഞാൻ ഇവൻ എന്നോട് ദിവസം ഇങ്ങനെ പറയുകയാണ്, എനിക്കിത് എഴുതാൻ പറ്റും പക്ഷെ എന്നെ കൊണ്ട് ഇത് പറയാൻ പറ്റൂല, ഞാനൊരു നിർത്തുക, എനിക്ക് പറ്റുള്ളതെന്ന് പറയുമ്പോൾ ഞാൻ മറ്റേ സാധനം ഇവിടെ നീ ഇത് അങ്ങനെ ചെയ്യരുത് പറ്റും. അതായത് ഞാൻ മറ്റേ ജനറേഷൻ ക്ലാസ് എടുക്കുക, പക്ഷെ അവനത് കേട്ടില്ല, അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. ആരെങ്കിലും ഒരാൾ ബ്രേക്ക് ചെയ്യണമല്ലോ, അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. ഞാനത് കേട്ടു. ഞാൻ ഇവനെങ്ങനെ പോയ ഇതാകുമ്പോ നമ്മുടെ കൺവെട്ടത്തിൽ കിടന്ന് നശിച്ചോളല്ലോ, കൺവെട്ടത്തിൽ നിന്ന് പോയി രക്ഷപ്പെട്ടാലോ എന്ന് വിചാരിച്ച് ഞാൻ പിടിച്ചു നിർത്തിയത്. അല്ല നീ ചെയ്താന്നല്ലോ ഇപ്പൊ നീ ഞങ്ങളോട് ഇരുന്നേനെ. അനീതിക്ക അടുത്ത ഗസ്റ്റ് ആരാന്നൊക്കെ ചോദിച്ചു. അല്ല എന്നിട്ട് അവിടുന്ന് സ്റ്റാൻഡപ്പ് നിർത്തിയേക്കാന്നുള്ള സാധനം വിചാരിച്ച് എവിടെ നിൽക്കുന്ന പോയിന്റിലാണ് സിനിമയിലോട്ട് വന്ന് അത്രയും കഥ പറഞ്ഞു. നിർത്താന്ന് വിചാരിച്ച അങ്ങനെ നിർത്തിയതല്ല, എനിക്കത് ഇങ്ങനെ പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ധൈര്യമില്ല. കാരണം 4 പേരുടെ മുമ്പിൽ നിന്ന് പറയാൻ ലൈവ് ആണെങ്കിലും ഭയങ്കര പാടായിട്ട് തോന്നി. ഇപ്പൊ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ പറയുന്നത്? ഇപ്പൊ ബുദ്ധിമുട്ടില്ല, ഞാൻ പിന്നെ കയറി നോക്കിയിട്ടില്ല സ്റ്റേജിൽ. ഇനി കയറുമ്പോഴേ ബുദ്ധിമുട്ട് വരെ തുടങ്ങും. പിന്നെ കുറെ കൂടെ പേടി മാറ്റാൻ സഹായിച്ചത് ഞാൻ ആക്ടിങ് ക്ലാസ്സിന് പോയി. അവിടെ കുറേ സെഷൻസ് നമ്മൾ ആക്ടിങ്ങിനേക്കാളും ഉപരി നമ്മുടെ ഉള്ളിലെ ബ്ലോക്കൊക്കെ കളയണം. എന്താണ് ആക്ടിങ് എന്ന് അതിനേക്കാളും നിന്റെ മനസ്സിലുള്ള ബ്ലോക്ക് കളഞ്ഞാൽ തന്നെ പകുതി കംഫർട്ടായ പകുതി ആക്ടിങ് ഓക്കെയാന്നാ പറഞ്ഞു. അപ്പം അങ്ങനെ ജോൺ ചേട്ടൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പൊ വെറുതെ കിടന്ന് കാറിയും വെറുതെ കിടന്ന് ഒച്ചയിടും അങ്ങനത്തെ സെഷനൊക്കെ ഉണ്ടായി. വെറുതെ കരയണം. അപ്പം എനിക്ക് ഫ്രീ ആയിട്ട് ഒരു ആക്ടിങ് ക്ലാസ് കിട്ടിയപ്പോൾ ഒരുവിധം ഇങ്ങനെ ഒരു സോഷ്യൽ ആങ്സൈറ്റി. അല്ല ഞാൻ ചോദിച്ചാൽ കറക്റ്റ് ആ പിന്നെ പോയ റൂട്ട് കറക്റ്റ് അല്ല. അതായത് ബെമ്പർച്ചിരി എന്നുള്ളൊരു പരിപാടി ആ 4 എപ്പിസോഡ് കഴിഞ്ഞ് നീ എന്ത് ചെയ്യുമായിരുന്നു, പിന്നെ എങ്ങനെയാണ് പടത്തിലോട്ട് വന്നതെന്നുള്ള സാധനം? ആ പടത്തിൽ വന്ന അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ മറ്റേ 4 ഓപ്ഷൻ കൂടെ നീ കറപ്പിച്ച് വെച്ചിട്ട് പോക്കോ, ഷീറ്റ് തരാം. സ്റ്റാൻഡപ്പ് നിർത്താൻ വിചാരിച്ച് നിർത്തിയല്ല, എനിക്ക് കണ്ടന്റ് ചെയ്യണമെന്ന്. ഞാൻ നീ നിർത്തിയിട്ട് കാര്യമൊന്നും ചോദിക്കണല്ല, ആ ഒരു ജേണി അറിയാം. പറയട്ടെ, ഞാൻ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ബാക്കി വരും. അപ്പൊ കണ്ടന്റ് അങ്ങനെ കുറച്ചാളെ റീലൊക്കെ ഇട്ടു. അപ്പോഴാണ് പിക്കപ്പ് ലൈൻ ഒരു വാലന്റൈൻസ് ഡേക്ക് കയറി ആരൊക്കെ ഇട്ടപ്പോൾ സംഭവം ഇഷ്ടമായി, ആരോ അയച്ചോന്നു. അപ്പം ഞാൻ എൻ്റെതായി വെറുതെ 2 വരി എഴുതി നോക്കിയിട്ട് ചെയ്തു. ആദ്യം ഒരു പ്രൊമോഷൻ വെച്ചാൽ ചെയ്തേ, ഏതോ തുണിക്കടയുടെ. അപ്പം അത് കയറി. പിന്നെ 2-3 വീഡിയോ ഇട്ടുള്ളൂ. പിന്നെ ശ്വേതാമേനോനായിട്ടൊക്കെ ചെയ്തു. അവര് വിളിച്ചിട്ട് പിക്കപ്പ് ലൈൻ പറയാന്ന് പറഞ്ഞാണ് നിന്നെ വിളിച്ചത്. അല്ല അത് ഭയങ്കര ഇതായ പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് 2ാമത്തെ ഗസ്റ്റിന്റെ അടുത്ത് പോയപ്പോഴാണ് പാളിയത് അല്ലേ? അത് പക്ഷെ നസ്ലിനായിരുന്നു. നസ്ലിനായിട്ട് കമ്പനി ഉണ്ടായി. അപ്പൊ ഓൾറെഡി മറ്റേ പടം കമ്മിറ്റഡ് ട്രെയിനിങ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ ട്രെയിനിങ് ആയിരുന്നു ബോക്സിംഗ്. അപ്പൊ അറിയായിരുന്നു. പിന്നെ ആൾക്കാർ ഒരാള് തിരിഞ്ഞ് മോളിൽ പോയി കഴിഞ്ഞാൽ പിടിച്ച് വലിച്ച് താഴ്ത്തിടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അത് കാരണം കിട്ടിയതൊക്കെ എടുത്ത് വെട്ടി റീലാക്കി നിന്നെ. പിന്നെ അതിൽ നിന്ന് കുറെ കാര്യം പഠിക്കാൻ പറ്റി. എന്തൊക്കെ ചെയ്യണം, ഞങ്ങൾ എന്താ പഠിക്കാൻ പഠിച്ചെന്ന് പറഞ്ഞാ അങ്ങനെയല്ല. കുറച്ച് സംഭവം വരുമ്പോൾ ഞാനൊരു ട്രിപ്പിൽ കയറി. കാരണം കുറച്ച് ഫോളോവേഴ്സായി, കുറേ മെസ്സേജ് വന്ന് ആ ഒരു സാധനത്തിൽ കയറി പണി എടുക്കുന്ന പറഞ്ഞു. അപ്പോൾ ഒന്ന് പിന്നെ മനസ്സിലായി ഇതൊക്കെ ടെമ്പററി ആണ് അളിയാ, നീ പണിയെടുത്തോ,
അപ്പം ഇപ്പം എനിക്കൊരു സംഭവം കിട്ടി. ആ ഒരു എത്രയൊക്കെ വന്നാലും അത് പോവും. ഒന്നും പെർമനന്റ് അല്ല എന്നുള്ള ബോധ്യം എനിക്ക് ചെറിയ പ്രായത്തിൽ കിട്ടി. വെരി ഗുഡ്. നമ്മുടെ പ്രശ്നം അറിയാം, നമുക്കത് വന്നിട്ടില്ല. ഇത് നമുക്ക് ഹൈ ഒന്നും വന്നിട്ടില്ല, അല്ലാതെ തന്നെ നമ്മൾ ട്രിപ്പിലാണ്. അല്ല, ഞാൻ ചെറിയ ഹൈയിൽ തന്നെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇത് മതി. എല്ലാത്തിലും അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഊബർ അപ്പുറത്ത് യൂട്യൂബിൽ 1 ലക്ഷം മതി. പടത്തിലോട്ട് എങ്ങനെയാണ് പറഞ്ഞത്? പടത്തിൽ ആദ്യം ഇടിയൻ ജന്തുവാണ് ഫസ്റ്റ് ആയിട്ട് വിളിക്കുന്ന പടം അതായിരുന്നു. അതിന് മുന്നേ വേറെ ആക്ടിംഗ് ക്ലാസ് ഒക്കെ വന്നത് ആക്ടിംഗ് ക്ലാസ്സും ഒരു സിനിമയുടെ ആയിരുന്നു. അതിപ്പോ നടക്കണേ ഉള്ളൂ. മൂന്നാമത്തെ പടം അല്ല, അതാണ് ഏറ്റവും ആദ്യം. അല്ല, ഇപ്പൊ അത് തേർഡായിട്ടാണ് നടക്കുന്നത്. ആ പടത്തിന്റെ ആക്ടിംഗ് ക്ലാസ് എടുത്ത് വേറെ 2 പടത്തിൽ പോയി അഭിനയിച്ച് ഇതിലിതുവരെ അഭിനയിച്ചിട്ടുമില്ല. അന്ന് ഇതൊക്കെ എടുത്താ ആക്ടിങ്. അത് പുള്ളി സ്ട്രഗിളിങ് ആ, ഫസ്റ്റ് പടമാണ്. അതുകൊണ്ട് 2 വർഷം എടുത്തു. ഇപ്പം അതിന് ഷൂട്ട് തുടങ്ങിയത് ഇല്ല, അത് ഓണാവണേ ഉള്ളൂ. അപ്പം ഇടിയൻ ജന്തുവിലോട്ട് എങ്ങനെയാണ് എത്തുന്നത്? ഇടിയൻ ജന്തു അവർ ഇങ്ങനെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് നമ്പർ ചോദിച്ചു. അപ്പോൾ ചെന്ന് കണ്ടു. അപ്പോൾ ഞാനും അവരോടും പറഞ്ഞു, ചേട്ടാ അങ്ങനെ അഭിനയിച്ചൊന്നും എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല. എന്തൊരു പ്രിവിലേജ് അല്ലേ. അതായത് ഓഡീഷനിൽ 450 ആൾക്കാർ എനിക്ക് അഭിനയിക്കാൻ അറിയാമെന്ന് പറഞ്ഞു നിന്നിട്ട് ഒരാൾ സെലക്ട് ആവാനില്ല. ഒരുത്തരെ വിളിച്ചിട്ട് അഭിനയിക്കുന്ന ചേട്ടാ ഞാൻ അഭിനയിക്കാൻ അറിയില്ല. എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം പ്രശ്നമായത്. ആൾക്കാർ വിളിച്ചിട്ട് അഭിനയിക്കാൻ ഹാഷിറും അഭിനേട്ടം വിളിക്കുമ്പോൾ ഹാഷിർ പറഞ്ഞ് എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നത്. ഹാഷിറിനോട് ചുമ്മാ സെറ്റ് വന്ന് നിന്നാൽ മതി, ചുമ്മാ സെറ്റ് വന്ന് നിൽക്കുക, നിനക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ എല്ലാവരും അതൊരു ഡിഫൻസ് മെക്കാനിസം പോലത്തെ ഒരു പരിപാടിയാണ്. അതായത് നമ്മൾ നമ്മുടെ മേത്തുള്ള പ്രഷർ ഒഴിവാക്കുക. അതായത് ഇയാൾ എന്നീന്നൊന്നും പ്രതീക്ഷിക്കാണ്ടാണല്ലോ മുന്നിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം. ഇത് പറയുമ്പോൾ അവനറിയാം അവനെ കൊണ്ട് ചെറിയൊരു സാധനം ചെയ്യാൻ പറ്റുന്നു. പക്ഷെ ആ പ്രഷർ ഒഴിവാക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് പറയുന്നത്. ഇതുവരെ ചെയ്യാത്തൊരു സംഭവം ആയതുകൊണ്ട് ഞാൻ ഡിഫൻസ് ഇട്ടു. അപ്പോഴേക്കും അവർ പറഞ്ഞു, നീ എങ്ങനെ ലൈഫ് നിൻ്റെ അതുപോലെയാണ്, സ്കൂളിലെ പരിപാടിയാണ്, +2 ആണ്, എങ്ങനെ നീ ജീവിക്കുന്നു അതുപോലെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതല്ല ഇതിൽ ഏറ്റവും രസമുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഫെയിമൊക്കെ കിട്ടിയത് ഇപ്പം കോളേജുള്ള സമയത്താണ്. നമ്മളൊക്കെ തന്തേരിക്കുന്നത് ഞാൻ ജീവിച്ചിരിക്കേണ്ടതെന്ന് നാട്ടുകാർക്ക് അറിയാത്ത സമയത്താണ്. അത് ഇതിലുണ്ട്. ജോൺ ചേട്ടൻ എന്നോട് പറയും, നീയാണ് കയറിയത് കറക്റ്റ് സമയത്ത്, നിന്റെ ഈ പ്രായത്തിൽ നിന്നൊക്കെ. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ശരിയായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കോളേജിൽ പഠിക്കും. അതായത് ഞാൻ ജസ്റ്റ് MSc കഴിഞ്ഞ് നിൽക്കുന്ന സമയം എന്നുള്ള സാധനത്തിലാണല്ലോ പുള്ളി അത് പറയുന്നത്, ആ കറക്റ്റ് ഏജ് എന്നുള്ളത്. അപ്പോഴാണ് ഞാനൊക്കെ കോളേജിലുള്ളൊരുത്തൻ. ഞാൻ നിന്റെ കോളേജിൽ വന്നിട്ടില്ല, ഞാൻ എന്റെ കോളേജിൽ കൊണ്ടുവിട്ടിട്ടുണ്ട്. അല്ല, ആ സമയത്ത് കോളേജിലെ ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു? കോളേജിൽ എനിക്ക് വേറൊരു ഹൈ കിട്ടി. കോളേജിൽ ഒരു മൊമെന്റ് കിട്ടി സാധനം. നമ്മളെ അതുവരെ ഞാൻ ഇങ്ങനെ ബ്ലൂടൂത്ത് സ്പീക്കറെ കൊണ്ട് പാട്ട് വെച്ച്, നിങ്ങൾ സ്റ്റോൺ ബെഞ്ച് ഉണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ എല്ലാവരും കൂടെ പാട്ട് വയ്ക്കും. അപ്പോൾ നൈസായിട്ട് പ്രിൻസിപ്പൾ പുറകിൽ നിന്ന് വന്ന് സാധനം എടുത്തുകൊണ്ട് പോയിട്ട്, ഇത് ഇനി തരത്തില്ല, സാധനം കൂടി എൻ്റെ അല്ല അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ, അപ്പോൾ കൂടിയ സാധനമാണ്, ഇനി തരത്തില്ല, നീ പോയിക്കോ, നീ ഇതിനാണോ കോളേജിൽ വരുന്നത്, പഠിച്ചിട്ട് പൊക്കോ അല്ലെങ്കിൽ നിർത്തി പൊക്കോ എന്നൊക്കെ പറഞ്ഞ് കലിപ്പായി. എന്നിട്ട് കുറേ കാല് പിടിച്ചു. എന്നിട്ട് പുള്ളി, നീയൊന്നും ഇങ്ങനെ പോയാൽ രക്ഷപ്പെടില്ല, എന്താണ് പാട്ട് വെച്ച് പാട്ടും കൂത്തും നടത്താനല്ല കോളേജിൽ തന്നെ പറഞ്ഞ് തന്നില്ല, സാധനം തന്നില്ല. എന്നിട്ട് സാറിനെ കൊണ്ട് വിളിപ്പിച്ചു വാങ്ങിപ്പിച്ചു, അങ്ങനത്തെ പരിപാടി. പിന്നെ ഇങ്ങനെ പരിപാടിക്കൊക്കെ പോയി. പിന്നെ GP വന്നു കോളേജിലേക്ക്. GP വന്നിട്ട് ഇങ്ങനെ വിളിപ്പിച്ച അനുമോദനം മറ്റേ പൊന്നാടയാണ് ചോദിച്ചു. അപ്പോൾ പ്രിൻസിപ്പൾ, നമ്മുടെ പയ്യനാ നല്ല ഇറക്കം. അപ്പം എനിക്കൊരു സാധനം കിട്ടി. അവന് ബ്ലൂടൂത്ത് സ്പീക്കർ എന്നൊക്കെ പറഞ്ഞ ജീവനാ. മ്യൂസിക്കൊക്കെ താല്പര്യം, ഞാൻ അങ്ങനെ തടയാനും നിൽക്കില്ല. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നീ എവിടെയെങ്കിലും എത്തും. അപ്പോൾ ഒരു സാധനം കിട്ടി. ഇവന്റെ പൊന്നാടാതൊക്കെ അങ്ങനത്തെ കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായി. ഭയങ്കര നിനക്ക് കോളേജ് ഫാൻസ് ഉണ്ടാവും. അപ്പൊ നീ ഭയങ്കര വൈറലാണ്. നീ കോളേജ് ഇല്ല, ഇന്ന് അവരെന്നും കാണുന്നതല്ലേ, അപ്പൊ അതിന്റെ ഒരു അവർക്ക് അതില്ല. നമ്മളെന്നും കണ്ടതല്ല പോകും. അല്ല, ഫസ്റ്റ് ഇയർ പിള്ളേർക്ക് ഉണ്ടാവില്ല. ഇടക്കിടക്ക് ഇടയ്ക്കിടയ്ക്ക് പോവാതിരിക്കല്ലോ, ഷൂട്ടാണെന്നൊക്കെ, എന്നിട്ട് വീട്ടിൽ കിടക്കുമല്ലോ. ജൂനിയേഴ്സ് വരുമ്പോഴോ ചേട്ടൻ അങ്ങനെ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായി. പിന്നെ അവർക്കൊക്കെ പെൺകുട്ടികൾക്ക് നിന്നുള്ള സമീപനം എങ്ങനെയായിരുന്നു? അത് നാട്ടുംപുറമല്ലേ, അവര് ഭയങ്കര ചോർത്തര. ഞാനുണ്ടല്ലോ, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഷൂട്ട് ഞാനും ഇവനും അവനും കൂടി ഒരുമിച്ച് നിന്നാണ്ടല്ലോ 3 കാലഘട്ടം കിട്ടും. കറക്റ്റ് കിട്ടും. ഇവന്റെ മറ്റേ പാൻറ്റാ മുളക് പൊടിപ്പിക്കുന്ന മറ്റേ സാധനം പോലെ. അതാണ് എന്റെ പാൻറ് മിക്കവാറും സ്കിന്നി അങ്ങനത്തെ സാധനങ്ങളാണ്. അല്ല, ഞാൻ ഇപ്പം നമുക്ക് കൊച്ചിയിലോട്ട് വരുമ്പോൾ അറിയാലോ, ഞാനിപ്പോൾ ആലപ്പുഴ, ഞാൻ കുറേ കൂടെ റൂറൽ ഏരിയ ആണല്ലോ, കുട്ടനാട്, പുളിങ്കുന്ന്, ആ ഒരു ഇതിലോട്ട് പോകുമല്ലോ. അവിടെ നിന്നൊക്കെ വെച്ചാൽ പിള്ളേർ ഒരു +2 വരെയൊക്കെ ഈ പറഞ്ഞ ഭയങ്കര നോർമൽ ലൈഫായിരുന്നു എൻ്റെ സമയത്ത്. ഇപ്പം പിന്നെയും പിള്ളേരൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഫ്രീക്ക് ആൾക്കാരെയൊക്കെ കാണാം. പക്ഷെ അല്ലേ ഭയങ്കര ആ ഒരു താഴെ പരിപാടിയിലാണ് കിടക്കണേ.
എന്നുവെച്ചാൽ അത്ര അപ്ഡേറ്റഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റൈലോ പരിപാടിയൊന്നും കീപ്പ് ചെയ്യണവരല്ല. അവിടുന്ന് ഒരു ഡിഗ്രിക്കൊക്കെ പോകുമ്പോഴാണ് ഓക്കെ ജില്ല വിട്ടൊക്കെ അല്ലേ പുറത്ത് പോകണം, അല്ല അവർ അവിടുത്തെ ഒരു സ്റ്റൈലൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസിലൊക്കെ വരണേ അല്ലേ ആ ഒരു സാധനമൊക്കെ. അപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ അങ്ങനെ കൊച്ചി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര എക്സ്ട്രീം ഫ്രീക്കായിട്ടല്ലേ, മറ്റേ ഷർട്ട് തോന്നിട്ട് ടാറ്റു അടിച്ച് നടക്കണം, മറ്റേ സ്റ്റഡ് അടിക്കണം, മുടി കളർ ചെയ്ത് നടക്കണം, അങ്ങനത്തെ കുറേ ആൾക്കാരെ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റുന്ന കൊച്ചിയിലാണല്ലോ. ആലപ്പുഴയൊന്നും അത്രയും സെറ്റപ്പിലോട്ട് എത്തിയിട്ടില്ല. ആലപ്പുഴക്കാരും തെറി വിളിക്കുന്നു, നീ ആലപ്പുഴ അല്ല എന്നൊക്കെ ഞാൻ പഴയ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് എനിക്ക് പെട്ടെന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കൊച്ചി വരുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുക ഓക്കെ ഇവിടെ ഭയങ്കര ആ ഒരു സാധനം. ഞാൻ ഇവനെ ഒരു ദിവസം ഇവൻ്റെ കോളേജിൽ കൊണ്ടപ്പോൾ ചേർത്തലയാണ് ഇവൻ്റെ കോളേജ്. അപ്പോൾ ആലപ്പുഴയുടെ എറണാകുളത്തിന് ഇടയ്ക്കുള്ള ചേർത്തല. നമ്മുടെ ഇടയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇവൻ നമ്മുടെ ഓടല്ലോ ഇവന്റെ സ്റ്റൈലും സാധനം. അപ്പൊ ഞാൻ വെറുതെ എന്തെന്ന ഈ സാധനം. അപ്പൊ ചേട്ടാ ഇങ്ങനെ ഈ സാധനത്തിന്റെ ഉള്ളിൽ വലിഞ്ഞു കയറിയത് എന്റെ ജീൻസ് എന്റെ ടൈറ്റ് ആണല്ലോ, ഇവന്റെ ലൂസാണ്, ഇവന്റെ കൂടെ ഓരോട്ടെ കൂടെ 2 കാല് വീഴാണ്ട് നോക്കണം, അങ്ങനത്തെ സാധനം വിട്ട് നടക്കുന്നത്. ഞാൻ ഒരു ദിവസം ഇവനെ കോളേജിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് ഒരുമിച്ച് തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഞാൻ ഇവനെ കോളേജ് ഡ്രോപ്പ് ചെയ്യും. പിന്നെ എക്സാം എന്തുകൊണ്ടായിരുന്നു. അപ്പം ഞാൻ കോളേജിലോട്ട് ഞാൻ കയറുമ്പോഴത്തേക്കും വേറൊരു ലോകം. ഞാൻ എൻ്റെ മനസ്സിൽ ചേർത്തല അങ്ങനല്ല, ഫുള്ള് ഫ്രീക്കന്മാർ എന്ന് വെച്ചാൽ മറ്റേ ഫാഷൻ ഷോയ്ക്ക് പറഞ്ഞ പോലെയാണ് പിള്ളേർ വരുന്നത്. ഞാൻ മറ്റേ അങ്ങനെ ജഡ്ജ് ചെയ്യണമല്ല, പയ്യന്മാരൊക്കെയാണ് മെയിനായിട്ട്. ഇപ്പോഴത്തെ ഭയങ്കര പുരോഗമനം, ഭയങ്കര ഫ്രീക്കന്മാർ എല്ലാവരും അങ്ങനെ നടന്നു. ഞാൻ ഓർത്ത് എൻ്റെ പൊന്നെ എങ്ങനെ പിടിച്ചു നിൽക്കും, അവിടെ കോമ്പറ്റീഷനാ. കാർത്തി മാത്രമേ ഉള്ളൂ മര്യാദക്ക്. അല്ല കാർത്തിയുടെ പോലത്തെ ഒരു 200 ആള് നമ്മളെ മനസ്സിൽ നമ്മൾ ഇവനല്ലേ ഇപ്പോഴാണല്ലോ ശരിക്കും ബാഗി ജീൻസ് ഒക്കെ ട്രെൻഡ്. ഇവൻ വരുമ്പോ ഇവന് അവിടെ പ്രായം കുറഞ്ഞാളെ, പിന്നെ എവിനാണ് പ്രായം കുറവ്. നമുക്ക് പുതിയൊരു ഇത് കിട്ടുന്നത് ഇവനെ കാണുമ്പോളാ ഈ ട്രെൻഡുകൾ ഇതൊക്കെയാണല്ലേ ഈ സാധനം. അതായത് ഓവർ സൈസ് ടീഷർട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ബാഗി, രാത്രി നിന്ന് മൊത്തം പച്ചക്കളർ കാണാൻ മറ്റേ ഫ്ലൂറസെന്റ് വാച്ച്, ആ സാധനമൊക്കെ. അപ്പൊ അവിടെ നമ്മളാരും വിചാരിച്ചു ഇവനെന്താ പ്രാന്താണ്, ഇവൻ പറയുന്നത് അവിടെ ചെന്നപ്പോ അതുപോലത്തെ മൊത്തം അങ്ങനത്തെ ആൾക്കാർ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുക നമ്മള് പഴഞ്ചനായത് എന്നുള്ള സാധനം അല്ല. ഇപ്പൊ കോളേജ് അതിന്റെ ഇരട്ടിയാണല്ലോ കൊച്ചിയില്. അതൊക്കെ കൊച്ചി നമ്മളത് കുറച്ചുകൂടെ പ്രീമിയം. അവിടെ ഫസ്റ്റ് കോപ്പി, ഇവിടെ ഒറിജിനൽ വരും. അല്ല നമുക്ക് ഈ പറയുന്ന പ്രായത്തിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ലല്ലോ. അതായത് ഒരു കണ്ണാടി എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ എൻ്റെ വിചാരം ഞാൻ ഇപ്പോഴും പ്ലസ് ടുള്ള അതേ മുഖം എന്തൊക്കെ ആയിട്ട് ഇരിക്കണേന്നാ. മാനസികാവസ്ഥയും ഒക്കെ മാറുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാവില്ല. നമുക്ക് നമ്മളെ വീടെ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ ചേട്ടന്മാരൊക്കെ അല്ല ആ ഒരു ഏജ് നമ്മൾ കൊച്ചിലെ 25 വയസ്സെന്നൊക്കെയാണല്ലോ സ്റ്റാൻഡേർഡ് കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ 25 to 30 ഇടയിൽ കഴിക്കുമല്ലോ, 25-27 അവസാനമൊക്കെ. ഞാനും പണ്ട് വിചാരിക്കുന്ന കൊച്ചിലേക്ക് 25-21 ആകുമ്പം അല്ലേ മാസ്റ്റേഴ്സ് ചെയ്യണം, അല്ലെ പരിപാടി എന്തെങ്കിലും ജോലി ഒരു 3-4 വർഷം ചെയ്യണം, അത്യാവശ്യം പൈസയായി സേവിങ്സ് ആയി 25 കെട്ടണം, ഇതായിരിക്കും എന്നുള്ള സാധനമാണല്ലോ. ഇപ്പം 26 വയസ്സായി. നമ്മൾ 26 വയസ്സിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഈ പ്രായം ആ ഒരു 20 കഴിഞ്ഞതായത് എനിക്ക് മനസ്സിലാവണമില്ല. എൻ്റെ മനസ്സിൽ എനിക്ക് എത്ര. അപ്പം ഞാനിങ്ങനെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ പണ്ട് കണ്ട കൊച്ചു പിള്ളേരൊക്കെ ഇപ്പോൾ ഭയങ്കര പെട്ടെന്ന് പൊക്കം വെച്ച് ഭയങ്കരമായിട്ട് ഇവന്മാർക്ക് താടിയാവണം, മീശകൾ നിർത്തി. ഇവന്മാർക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് വളർന്ന് ചിന്തിക്കും. ഞാനടുത്ത് കോപ്പ് എനിക്കും പ്രായമായിട്ടുണ്ട്, എനിക്കിത് മനസ്സിലാവില്ല. ഞാൻ അവന്മാർ വളർന്നല്ലോ ചിന്തിക്കുന്നത്. അവന്മാർ നോക്കുമ്പോൾ നമ്മൾ അത്രയും പ്രായമായവരായിട്ടായിരിക്കും. അതെ എനിക്ക് അതാണ് 2010 കോളേജ് കഴിഞ്ഞ കൊല്ലം. അത് കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലം എവിടെ പോയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇപ്പോഴും ഞാൻ സ്വപ്നം കാണുമ്പോൾ കോളേജ് യൂണിഫോമും കോളേജിലെ കഥയൊക്കെ സ്വപ്നം കാണും. ഒരാളെ വാഴ കണ്ടിട്ട് ഡ്രസ് പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ആ മറ്റേ പേരൻസ് ഡാർക്ക് പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ടായിരിക്കും. ജോൺചേട്ടന് ചിലപ്പോൾ ഇത് വന്ന് ജോൺചേട്ടൻ്റെ അച്ഛനൊക്കെ ചിലപ്പോൾ സ്ട്രിക്റ്റ് ആയിരുന്നായിരിക്കും, അല്ലെങ്കിൽ ബിടെക്കിന് പോയി ആ ലൈഫൊക്കെ ആണല്ലോ. എനിക്ക് അങ്ങനെ ഒരു സീനില്ല. ഞാൻ ആ അറ്റാച്ച്മെൻറ്റ് സാധനം കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ച് വിഷമം പറഞ്ഞത്. അതായത് ഞാൻ വീട്ടുകാരായിട്ട് ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പുള്ളിങ്ങനെ ആകെപ്പാടെ ബോർഡറോ ആകെ അത് എന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും അപ്പം ഈ സൈഡാ ഏത് പാരൻസിൻ്റെ ഒരു പ്രഷറിൻ്റെ ഒക്കെ സാധനമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് പുള്ളിയുടെ പല കണ്ടന്റിലും എല്ലാം അതും ഇങ്ങനെ കിടപ്പുണ്ടല്ലോ, വീട്ടുകാരെ നിർബന്ധിക്കുന്നു പഠിക്കാൻ ബിടെക്കിന് വിട്ടല്ല. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു അതല്ലടാ എനിക്ക് കോളേജ് മിസ് ചെയ്യണം, ഈ പ്രായത്തിൽ ഭയങ്കര രസമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൈവർക്കുക. 10 കൊല്ലം മുന്നേ എനിക്ക് കോളേജിൽ പഠിക്കണം ഇഷ്ടമായിരുന്നു, അവിടെ പോകുന്നു, ഞാൻ അത് മിസ് ചെയ്യാം അവന്മാരൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് 15 കൊല്ലമായിട്ട്. നമുക്ക് മാത്രമുള്ളതല്ല, ഒരു ദിവസം എൻ്റെ അമ്മ പേപ്പർ വായിച്ചിട്ട് അയ്യോ ഈ ചെക്കൻ മരിച്ചോന്ന്. 78 വയസ്സ് ഹൃദയാഘാതം മൂലം മരിച്ചു. അമ്മയുടെ വീടിന്റെ അടുത്തുള്ളതാ, അവർ സ്കൂൾ പഠിഞ്ഞ് കാണുന്ന അമ്മയ്ക്ക് ഇത്ര വലുതായിട്ട് അത് ചെക്കനാണ്. ഞാൻ
ഞാനിത് ഏത് ഈ പാവം ചെക്കൻ 28 വയസ്സായ ചെക്കൻ മരിച്ചു. എൻ്റെ അച്ഛൻ അങ്ങനെ മറ്റേ പയ്യനുണ്ടല്ലോ അവിടുത്തെ പറഞ്ഞ നമ്മുടെ +2 ആണെന്ന് 45-50 വയസ്സുള്ള ആൾക്കാർ ഈ പറയണ പയ്യൻ ആ സാധനം. നിനക്കങ്ങനെ നമ്മളോട് നിൽക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞൊരു 10 മിനിറ്റ് വേറെ എപ്പിസോഡായിട്ട് ഇടാളാ നീ നിനക്ക് ആ ഏജ് ഡിഫറൻസ് നിനക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മള് നീ പറയുന്നതോ നീ ചിന്തിക്കുന്നതോ നമുക്ക് മനസ്സിലാവുന്നില്ല, ഈ ചേട്ടന്മാരൊക്കെ എന്ത് പറയുന്നത്, അങ്ങനെ നിനക്ക് തോന്നാറുണ്ടോ? ഇല്ല, എനിക്ക് കുറച്ചുകൂടെ ഇതാ ഇഷ്ടം. ഞാനിപ്പോൾ കോളേജിൽ ടൂർ പോയാലും കുറച്ചു നേരം തുള്ളും, കുറച്ചു നേരം കാഴ്ച കണ്ടിരിക്കും. പിന്നെ വലിയവരുടെ കൂടെയും പോയിട്ടുണ്ട്. നിനക്കപ്പോ തന്ത വൈബ് എന്ന് വെച്ചാൽ മെച്യൂരിറ്റി ആണല്ലോ. അത് കഴിഞ്ഞ അന്നക്കുട്ടി പറഞ്ഞല്ലേ, അത് നീ അടുത്ത് അടിച്ച് ഇവിടെ അടിക്കണം. ഞാനത് അടിക്കാത്തത് എനിക്ക് പണ്ടേ തോന്നിയത്, ഞാൻ പറയാതിരുന്നതാ. ഞാൻ അന്നക്കുട്ടി ഒരു ദിവസം ഒന്ന് ഓപ്പൺ അന്നക്കുട്ടി പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും. ഈ തന്തവൈബ് എന്ന് പറഞ്ഞാൽ എന്ത് തന്തവൈബ് നമുക്കറിയാം. നമ്മളിതിപ്പം 17 വയസ്സ് നമുക്ക് മെച്യൂർ ആയി, നമ്മൾ തന്തവൈബാന്ന് ആൾക്കാർ അന്നും പറയുന്നത്. അന്നക്കുട്ടി പറഞ്ഞ വയറില് തന്തവൈബ് അത് മെച്യൂരിറ്റി. ഒരു സെക്കൻഡ് എന്ന് പറയുന്ന ഒരു തരത്തില് മെച്യൂരിറ്റി ആണല്ലോ. അപ്പൊ അത് തന്നെ അവരടിക്കുന്നത്. റിലേറ്റ് ആയില്ലേ? അത് റിലേറ്റ് ആയില്ലേ? ഓക്കെ, അത് പിള്ളേർക്ക് റിലേറ്റ് ആവും. ഇതിന്റെ ഞാൻ കാര്യം പറയട്ടെ, നീ ആ മെച്യൂരിറ്റിയിലേക്ക് എത്താൻ ശ്രമിക്കണ്ടാ. ശ്രമിക്കണമല്ലേ? ചിലരങ്ങനെ ആയിരിക്കും, എനിക്ക് തോന്നുന്നുണ്ട്. ചിലര് ഏജിന് മുന്നേ അങ്ങനെ ആയിരിക്കും. ഇപ്പൊ ഞാൻ പഴയ പാട്ട് കേൾക്കുമ്പോ കുറെ പേര് കളിയാക്കും. നിന്റെ ഫ്രണ്ട്സ് പഴയ പാട്ടൊക്കെ കേൾക്കുമ്പോ എനിക്ക് പുതിയ പാട്ടിനെക്കാളും പഴയതാ ഇഷ്ടം. അല്ല, ഈ തന്ത വൈബ് മെച്യൂരിറ്റി ആണ്. അതാണ് ശരിയാണ്. എടാ, തന്ത വൈബ് മെച്യൂരിറ്റി ആണ് ട്രെൻഡായിട്ട് പറയുമ്പോൾ നിന്റെ പ്രായത്തിലുള്ള ആൾക്കാർ അംഗീകരിക്കുമോ? പിള്ളേർ പറയുമോ? കുറച്ച് പേരുണ്ട് അംഗീകരിക്കും. അവർക്ക് ഞാൻ അതേപോലത്തെ പാട്ടൊക്കെ റീൽ അയച്ചു കൊടുക്കും. കുറച്ച് പേര് നമ്മൾ എന്തടായത് നമ്മരെ എമിനം പരിപാടിയിലോട്ടൊക്കെ പോകും. ഞാൻ പണ്ട് കേൾക്കുമായിരുന്നു ഇംഗ്ലീഷ് പാട്ടൊക്കെ കേട്ടാ മെയിൻ അടിക്കാന്നുള്ളൊരു വൈബായിരുന്നു ശരിക്കും. പക്ഷെ അത് കുറച്ചാളെ ഭയങ്കരമായിട്ട് മടുക്കും. എന്നിട്ട് തിരിച്ചു പോയി മറ്റേത് കേൾക്കുമ്പോ ഒരു സുഖമല്ലേ, നമുക്ക് മനസ്സിലാവും നമ്മളിതല്ല. ഇപ്പൊ പല പ്രായത്തിലുള്ള തന്ത വൈബുകൾ, 80s-ന്റേത് 90s-ന്റേത് 2000-ന്റേത്. ഞാനൊരു 8-ലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ മറ്റേ ഓണം സെലിബ്രേഷൻ ഇടയിൽ ക്ലാസ്സിൽ മറ്റേ ആരെങ്കിലും പിള്ളേരെന്തെങ്കിലും സ്പീക്കറെ കൊണ്ടുവന്ന്, അന്നൊക്കെ മറ്റേ CD പ്ലെയർ കൊണ്ടുവരണം, പെൺഡ്രൈവ് കുത്താവുന്ന പ്ലെയറൊക്കെ കൊണ്ടുവരും, എന്നിട്ട് സ്പീക്കർ കൊണ്ടുവന്നൊക്കെ ഇടണം. ഇപ്പൊ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാവില്ല. അന്ന് പോലെ ഒരുത്തൻ ഇങ്ങനെ മറ്റേ എക്കൗണ്ട് ഒരു പാട്ട് വെച്ചപ്പോഴത്തേക്കും എനിക്കിത് മനസ്സിലായി. കാരണം ഇത് എൻ്റെ ചേട്ടൻ കേൾക്കണം ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ക്ലാസ്സിൽ എനിക്ക് അവന് മാത്രം ഇത് അറിയത്തുള്ളൂ. അപ്പൊ എനിക്കത് മനസ്സിലായി, ഓക്കെ ഇതാണ് പരിപാടി, ഇത് കേട്ട് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി ചന്നം പിന്നെ കുറേ പാട്ട് ആ സമയത്തൊക്കെ കുറേ ഡൗൺലോഡ് ചെയ്ത് കേൾക്കുമായിരുന്നു. പിന്നെ ഇത് പുതിയത് ഇറങ്ങണമെന്നും നമ്മൾ അറിയത്തില്ല, നമുക്കറിയത്തില്ല ഇത് എവിടെ ഇറങ്ങണമെന്നോ കിട്ടണമെന്നോ. അന്നൊന്നും എത്ര സൗകര്യങ്ങളില്ല, അപ്പോൾ അതുകൊണ്ട് അറിയത്തില്ല. പിന്നെ എൻ്റെ ഉള്ള ഒരു 10-45 ഇംഗ്ലീഷ് പാട്ട് വെച്ചാലൊക്കെ പിന്നെ ഞാൻ എവിടെ ചെന്നാലും അവിടെ എനിക്കിത് മാത്രമേ അറിയൂ, പക്ഷെ അവിടെ വേറെ പുതിയ പാട്ടും പരിപാടിയൊക്കെ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ ഒപ്പം പിടിക്കാൻ പറ്റില്ല, ഇതിൻ്റെ കൂടെ നിൽക്കാനും പറ്റില്ല, മറ്റേത് കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. നമുക്കിത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ വൈബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നു ചേരില്ല വിടാം. ഒപ്പം പിടിക്കാൻ വേണ്ടി കുറെ നോക്കിയിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും ഒരു പ്രായത്തിൽ നോക്കണം. അല്ലടാ, ഒരു ഏറ്റവും സേഫ് പരിപാടി എന്താണെന്നറിയോ? പുതിയതിനെ കുറ്റം പറഞ്ഞ് ക്ലാസിക് റോക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് 80-90 അതാവുമ്പോ കഴിഞ്ഞല്ലോ, ഒപ്പം പിടിക്കണ്ട. അതുപോലെ മൈക്കിൾ ജാക്സൺ അവസാനിച്ച ഒരു അറിയാണ്, ബാക്കി പാട്ടിനെ കംപ്ലീറ്റ് പറ്റി പറയാടാ MJയുടെ പാട്ട് അത്ര പറഞ്ഞ് നമ്മള് ബുദ്ധിജീവിയാണ് അവിടെ. അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മുടെ സമയത്ത് അങ്ങനെയുള്ള ഷോ മീ ദ മീനിങ് ഓഫ് ബീയിങ് ലോൺലി അത് എല്ലാവരും കേൾക്കും. ഏതാന്ന് എനിക്കറിയത്തില്ല, ഞാൻ ആകെ കേട്ടില്ല ഇംഗ്ലീഷ് പാട്ടതാ. എനിക്ക് ഇതെന്ന് പറയുന്നത്, എനിക്ക് ഷോ മീ ദ മീനിങ് ലിറിക് മാത്രം മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബാർബി ഗേൾ അത് തന്നെ ഇംഗ്ലീഷ് പാട്ടായിട്ട് കൂട്ടിയിട്ടില്ല, കാരണം അത് ഭാഷ അറിയത്തില്ലായിരുന്നു. അമ്പമ്പാടി, ലച്ചപ്പാടി, അമ്പമ്പാടി ഇതല്ലാതെ എന്റെ വീട്ടുകാർ അമ്പാടി നിന്റെ അമ്മാവനാണ് ഈ കവിയാണ്, ആള് ഇംഗ്ലീഷിൽ എഴുതിയതാണ് അമ്പമ്പാടി അമ്പാടി കൃഷ്ണഗാനാണ്. പിന്നെ അതിന് ലിറിക്സ് ഒന്നും, കാരണം അത് ഈ പറഞ്ഞ ചെറിയ ഫോണിനകത്ത് വരെ, ടോയ് ഫോണിനകത്ത് വരെ കേൾക്കുന്നുണ്ട്. അതിന് ഇംഗ്ലീഷ് പാട്ടല്ല, അത് എല്ലാവർക്കും ഉള്ള എന്തോ ഒരു സാധനമാണ്, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരുത്തനെ വിളിച്ച് സിനിമയിൽ അഭിനയിച്ച കഥ ചോദിക്കാറുണ്ട്, തന്തോയിവിനെ പറ്റിയാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജിംഖാന എത്തിയ കഥകളെ പറഞ്ഞ് നമുക്ക് വേറെ വൈബ് പിടിക്കും. ഞങ്ങളുടെ പോഡ്കാസ്റ്റ് എന്താ നിനക്ക് മനസ്സിലായത്? ഇതാ ഇങ്ങനെയാണിത്, നമ്മൾ ചുമ്മാ ഇന്ന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും, അത് കേൾക്കാൻ ഒരു 10,000-7,000 പേരുണ്ട്. നമ്മുടെ അവരെ കുറ്റം പറഞ്ഞല്ലോ, അവര് നമ്മളെ അവരുടെ പാർട്ടായിട്ടാണ് കാണുന്നത്. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് അച്ഛൻ എന്ത് പറഞ്ഞാൽ കേൾക്കുന്നത്, അച്ഛൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും, നമ്മൾ കേൾക്കുന്നുണ്ട്, അവരങ്ങനെ കേട്ടോണ്ടിരിക്കും. കഴിക്കാനൊന്നും ഇല്ലായിരുന്നല്ലോ.
നമുക്ക് ഇടയ്ക്ക് സ്പോൺസേഴ്സ് വരുമ്പോഴേ കഴിക്കാൻ ഞാൻ ഇവനോട് പോഡ്കാസ്റ്റിന് പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ ഡേറ്റ് ഇങ്ങനെ ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ ഇന്ന 3 ദിവസം ഷൂട്ടറിനാണ് നീ ഫ്രീ ആയുള്ള ഡേറ്റ് പറയുകയാണ്, ആദ്യം പറയുകയാണ് അത് ബ്ലോക്ക് ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഫസ്റ്റ് ഡേറ്റ് ഒരെണ്ണം ഇവൻ കൺഫേം ചെയ്തപ്പോഴത്തേക്ക് വേറെ ഗസ്റ്റ് കൺഫേം ആയി. അവൻ പറഞ്ഞു അത് മറ്റേ പിറ്റേ ദിവസം പിടിക്കാൻ പറ്റില്ല, ആ 2 ദിവസത്തിനകത്ത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ സമയം ചോദിക്കുമ്പോൾ ഇവൻ കുറേ ഡിലേ അടിക്കുക. ഇവൻ മറ്റേ സാധനം മറ്റേ ശവത്തിന് മെസ്സേജ് അയക്കണ പരിപാടി ഇവന് മെസ്സേജ് ഇവൻ റീഡ് റെസിപ്റ്റ്സ് ഓഫ് ആക്കി ഇട്ടേക്കുക. ഇവന് ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവൻ കണ്ടു കാണുമോ, എനിക്ക് പിന്നെ അരമണിക്കൂർ ചിന്തിക്കണം. ഒരു മെസ്സേജ് ഇവൻ അയച്ചാൽ ഇവനിത് കണ്ടു കാണുമോ, ഇവനിത് കണ്ടിട്ട് റിപ്ലൈ അയക്കാത്തായിരിക്കും, പ്രതികരിക്കാത്ത ആ ഒരു സാധനമാണ്. അപ്പോൾ ഇവൻ പറയത്തില്ല, ചിലപ്പോൾ ഇവൻ കാണാത്തായിരിക്കും. അവൻ ഞാൻ ഇങ്ങനെ സമയം കൺഫേം ചെയ്യാൻ പറഞ്ഞിട്ട് മിണ്ടല്ല. അപ്പം ഇതുവരെ ലാസ്റ്റ് ഇവൻ എല്ലാം പറഞ്ഞ് കൺഫേമായി 9-ാം തീയതി ഇപ്പം ഡേറ്റ് പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല, നമ്മളെ ആൾക്കാരുമായിട്ട് ജെന്യുവിനാണല്ലോ, ഇതെല്ലാം കള്ളത്തരാന്നവർക്കറിയാം. 9-ാം തീയതി ഷൂട്ട് 10 മണിക്ക് സമയം എന്നുള്ള സാധനം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു 9-ന് 10 കൺഫേം അല്ലേന്ന് അങ്ങോട്ട്. അപ്പം ഇവൻ ചോദിച്ചു 9-ഓ 10-ഓ? ഞാൻ പറഞ്ഞു 9-ാം തീയതി നവംബർ 10 മണി എന്നുള്ള സാധനം പറഞ്ഞപ്പോൾ കൺഫേം എന്ന് പറഞ്ഞ കൺഫേം അല്ലേന്ന് ചോദിച്ചു ഇവൻ. പിന്നെ മാറ്റി പറയാലോ അല്ലേന്ന്. അപ്പോൾ ഇവന് എന്ത് ചെയ്താലും ഒരു ഉറപ്പ് തരണില്ല. അപ്പം ഞാൻ പറഞ്ഞ് നമ്മളത് പറയാം. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നീ പറഞ്ഞാൽ മതി, പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ ചോദിച്ചു നീ എപ്പോൾ വരും എന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് 10 അല്ലേ 10 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ 10 മണി വരും. അപ്പം നിങ്ങളോടെ കാണും? ഞാൻ പറഞ്ഞാൽ നമ്മളോട് കാണും. ഞാൻ എന്നാൽ കുറച്ച് നേരത്തെ വരട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എപ്പോൾ ഞാൻ ഒരു 9:30 ആകുമ്പോഴത്തേക്കൊക്കെ വരാമെന്ന്. അപ്പോൾ ഇതേ ഫുഡ് ഉദ്ദേശിച്ച അത് ഇപ്പോഴെനിക്ക് മനസ്സിലായി. വന്നു തൊട്ട് കട്ട്ലറ്റ് കഴിച്ചോളൂ. ഏത് എപ്പിസോഡാണ് കണ്ടത് ഫുഡുള്ളത്? ശിവയുടെ ലവ് കട്ട്ലേറ്റിന്റെ എപ്പിസോഡിലെ അവരൊക്കെ പോയടാ. എപ്പോഴും ലവ് കട്ട്ലറ്റ് കൊണ്ടുപോയി വാങ്ങിച്ചു തരാടാ. അതിന് മുമ്പ് എന്തോ പാഷൻ ഫ്രൂട്ടോ ജ്യൂസ് നിനക്ക് കണ്ടന്റ് ഓർമ്മയില്ല. കുടിക്കണ കണ്ടിട്ട് ഞാൻ പോകുന്നു. നീ സിനിമയൊക്കെയല്ലേ, നീ മെഴുകുതിരി വേറൊന്നുമില്ല. കൊച്ചു പിള്ളേർ വരുമ്പോഴേ അതൊക്കെ കൊടുക്കണ്ടേ? അത് ശരിയല്ല. ഇവിടുത്തെ ഏറ്റവും ഞങ്ങയാണ് കൊച്ചു പിള്ളേർ വരുമ്പോഴാണ് നമ്മള് 1-2 ക്യാൻഡി ടീമിനെ അപ്രോച്ച് ചെയ്തിരുന്നു. നമ്മൾ എവിനെയും കവിനെയും കൊണ്ടുവന്നില്ലെങ്കിൽ ഇവനാണ് നമ്മുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗസ്റ്റ്. ആയിരിക്കല്ലേ ഇതുവരെ നിലവിലുള്ള ഗസ്റ്റിലായിട്ട് പ്രായം കുറഞ്ഞത്. നമുക്ക് അത് തോപ്പിക്കാൻ വേണ്ടി എവിനെയും കവിനെയും കൊണ്ടുവരണം. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കമന്റും ഉണ്ടായിരുന്നു എവിനെയും കവിനെയും കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. ആണോ? അവന്മാരെന്നെ നല്ല രസമായിരിക്കും, എപ്പിസോഡ് രസമായിരിക്കും. പ്ലാൻ ചെയ്യുക, ഇവനെ വിളിച്ചു വരുത്തിട്ട് ക്യാമറ വെച്ചില്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ, അടിക്കുമല്ലോ, ഇവ തിരിച്ചടിക്കുമല്ലോ. നമ്മൾ അടിച്ചാൽ അതിന്റെ മണ്ടൊക്കെ അടിക്കില്ല. അത് ചെയ്തിട്ടില്ല ഇതുവരെ. അവിടെ ബമ്പർ ചിരിയില് നമ്മള് സീരിയസ് ടോപ്പിക്കല്ല, മറ്റേ ഫിലോസഫി ഒക്കെ നൈസായിട്ട് പിടിക്കാൻ നോക്കല്ലേ. ഇതിനെ തത്തവൈബായി നമ്മള് പിള്ളേരെ പോയി പിടിക്കാൻ നോക്കുമ്പോ ഞാൻ അങ്ങനെ ഞാൻ മലയാളം പാട്ടൊക്കെയാണ് കേൾക്കണേ. പറഞ്ഞാ പിന്നെ അതല്ലേ പറയണേ. അതെ, അല്ല അത് വല്ലാതെ പിടിക്കണ്ട. യൂത്ത് വൈബ് 2 സാധനം ഇറക്കി പിക്കപ്പ് ലൈൻ പറഞ്ഞു. പിക്കപ്പ് ലൈൻ പറയില്ല, ചുമ്മാ പിക്കപ്പ് ലൈൻ പേടിയാലോ. ട്രോമയാ. അതിന്റെ ഇടയില് പൊളിറ്റിക്സ് 1-2 സാധനത്തിൽ 1-2 അതിനുശേഷം നല്ല തിരിച്ചടി വന്നിട്ടുണ്ടായിരുന്നല്ലേ? അത് വെച്ചിട്ട് വന്നിട്ടില്ല. അല്ല, അത് വെച്ചിട്ട് പിന്നെ നീ നിന്റെ അടുത്ത കണ്ടന്റുകൾക്ക് അങ്ങനെ അത് പിന്നെ ഇടണ്ടാന്ന് വെച്ചു. എല്ലാരും പറഞ്ഞു നല്ലതാ. നമുക്ക് കലാകാരന്മാരെങ്ങനെ അതിലൊന്നും ഇടപെടണ്ടെന്ന് ഒരറിവ് കിട്ടി. അപ്പൊ അവന് 2 അറിവ് കിട്ടും. ഒന്നും കലാകാരനാണെന്നുള്ള അറിവ്, എനിക്ക് ഇപ്പടുത്ത കിട്ടിയത്. ഇപ്പഴും കിട്ടിയിട്ടില്ല, നീ ഇനിയും കിട്ടിയ അവസരം വരും. നിന്റെ സ്റ്റോറി ഒക്കെ കാണുമ്പോഴത്തേക്ക് ഇവൻ ഭയങ്കര ഒരു പ്രോഗ്രസീവ് ഇൻഫ്ലുവൻസർ പരിപാടി പിടിക്കാറുണ്ട്. അതായത് കുറെ എല്ലാം ആൾക്കാർ കുറച്ചുകൂടെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മാറണം, ഇത് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് എടുക്കണം എന്നുള്ള സാധനം. ആരെങ്കിലും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യുന്നുണ്ടല്ല, നിന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എത്ര കൂടി പോകുന്നത് നോക്കാൻ വേണ്ടി ഞങ്ങൾ ഇടയ്ക്ക് കയറി. അപ്പൊ നിന്റെ ഏതെങ്കിലും സ്റ്റോറിയാണ്, ആ സ്റ്റോറിക്കകത്താണെങ്കിൽ ഈ എന്തെങ്കിലും ഭയങ്കര പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, മറ്റേ ഇമോഷണൽ സ്റ്റോറി വേറെ ലെവലാ. ഒരാളെ മെൻഷൻ അടിക്കും, അതെടുത്ത് മെൻഷൻ അടിക്കും, പുള്ളി പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് അപ്പുറം ചുറ്റും ടെക്സ്റ്റ് അതിനകത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഒരു പോയിന്റിലോട്ട് നീളണ അല്ലേ. നിന്റെ ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്തു. അതാ അനീസിക്കയുടെ ജീവിതം എങ്ങനെ പറഞ്ഞാലും കറങ്ങി തിരിഞ്ഞ് കുത്തിലോട്ട് വരും. അപ്പം അല്ല, ഞാൻ പറഞ്ഞ
നീ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളുടെ ഇത് കുറച്ച് വിമർശനാത്മകമായ ചോദ്യമാണെന്ന് ഞാൻ വേണം പറഞ്ഞു. ഞാൻ അങ്ങനെ അത്രയും പരിപാടിയൊക്കെ ചെയ്യണം. നീ പെട്ടെന്ന് ഈ ഒരു സൈബർ അറ്റാക്ക് ചെറിയ രീതിയിൽ തുടങ്ങുമ്പോൾ അതായത് നമ്മളന്ന് പീക്കില്ല ഇത് സൈബർ അറ്റാക്കിന്റെ അതിനെ കുറിച്ച് 5 പ്രബന്ധം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മള് സൈബർ അറ്റാക്കിന്റെ പീക്ക് നിൽക്കുമ്പോൾ നിനക്കൊരു ചെറിയൊരു തട്ട് കിട്ടണം. അതെല്ലാവർക്കും കിട്ടാവുന്ന കേസാണ്. അത് അക്സെപ്റ്റ് ഇവന്റെ സൈബർ അറ്റാക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അല്ലല്ല അതല്ല, അത് ഒരു പൊടിക്ക് ആരൊക്കെയോ എതിർപ്പ് പറഞ്ഞു ഒരു പോയിന്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അവിടെ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്കൊരു സാധനം ഉണ്ടല്ലോ, നിനക്ക് അറിയാം, നമ്മൾ കയറി പോകുമ്പോൾ ചിലർ സൈഡിൽ നിന്ന് വലിക്കാൻ നോക്കും. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഹെയ്റ്റ് സ്പ്രെഡ് എന്നുള്ളൂ, വളരെ കുറച്ച്. പക്ഷെ നമ്മുടെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച്. അവിടെ നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ പറഞ്ഞു നമ്മളാരും അത്ര എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എനിക്കൊരു ലൈവ് വരാം, നമ്മൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലൈവൊക്കെ പണ്ട് സമയത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ആര് തുടങ്ങുന്നൊക്കെ ഉള്ളു ഭയങ്കര. കാരണം എനിക്ക് തുടങ്ങി ഇവരെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്തേക്ക് എന്നെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് സംസാരിക്കേണ്ടിയില്ല അത് പാടാണ്. അല്ലെ ഞാൻ മറ്റേ Q&A ഇടാറില്ല. ആൾക്കാരായിട്ട് ആ ഒരു നീ ആ സാധനം പിടിക്കുന്നുണ്ട്. ആൾക്കാരായിട്ട് നേരിട്ടൊരു ഫോളോവേഴ്സിലോട്ട് നേരിട്ടൊരു കണക്ഷൻ പിടിക്കാറുണ്ട്, അവരായിട്ട് ഇന്ററാക്ഷൻ ഉണ്ട്. ആ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് ഇപ്പം നീ എനിക്കൊന്ന് പണ്ടൊരു ലാപ്ടോപ്പ് ഉണ്ട് മറ്റേ എന്തോ ഇഷ്യൂ വന്നിട്ട് നീ എന്ത് പ്രശ്നം ഉണ്ടല്ലോ അത് നേരെ സ്റ്റോറി ഇടും, ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യും, അവരുടെ റിപ്ലൈ വെച്ചിട്ട് പിന്നെ സ്റ്റോറി ഇടും. പ്രശ്നമൊന്നുമില്ല. അല്ല പ്രശ്നം എന്ത് പ്രശ്നം എന്നല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞ ആ കണക്ഷൻ ഭയങ്കരമായിട്ട് അവരുമായിട്ടുള്ള ബന്ധം പിടിക്കണം. നമ്മളതൊന്നും ചെയ്യാറില്ല. അപ്പം നിനക്ക് അത്രയും ആ ഒരു സാധനത്തിൽ നിൽക്കണ പോയിന്റ് ഈ ഒരു ചെറിയ സാധനം കിട്ടിയപ്പോൾ നീ എന്തിന് നിന്റെ പോസ്റ്റ് റീല് എല്ലാ സാധനവും നീ എടുത്ത് കളഞ്ഞു. നിന്റെ വിശ്വസിച്ച് നിന്റെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് നിന്നെ ഫോളോ ചെയ്യണ 250K ആൾക്കാർ എനിക്ക് കുറച്ച് ക്രഞ്ച് അടിച്ചിട്ട് കളഞ്ഞ ഫുൾ കണ്ടന്റ് അല്ല. അപ്പൊ പിന്നെ ഏതാ നിന്റെ ഇൻസ്റ്റ ഐഡിയിൽ ഒരൊറ്റ പോസ്റ്റ് പോലില്ല, 0 പോസ്റ്റ് എന്ന് പറഞ്ഞാണ് കേൾക്കാറ്. അതിന്റെ ഇപ്പുറത്തുണ്ട് എവിടെ ആർക്കൈവിലോ റീൽസിലുണ്ടായിരുന്നു 5-6 കളഞ്ഞു. കുറച്ച് പിക്കപ്പ് ലൈൻ പരിപാടി, കുറച്ച് ഞാൻ നോട്ടിയായ പരിപാടിയൊക്കെ കളഞ്ഞു. ആ ഫേസ് ഐഡന്റിറ്റി മാറ്റാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായി. പിക്കപ്പ് ലൈൻ പോസ്റ്റ് ഫോട്ടോ ആയിരുന്നു എന്റെ, കുറച്ച് കളഞ്ഞു. പഴയ മുഖം കളഞ്ഞു. പിന്നെ എനിക്ക് കുറച്ച് അപ്പൊ വിഷമായി. പുതിയ മുഖം അല്ലേ, ഒന്ന് പോളിഷ് ചെയ്യണമെന്ന് തോന്നി എനിക്ക്, ഒന്ന് പോളിഷ് ചെയ്ത് എടുക്കാൻ തോന്നി. നിനക്ക് മനസ്സിലാവാൻ അല്ല, പക്ഷേ ഇനി സൈബർ അറ്റാക്ക് നിനക്ക് മനസ്സിലാൻ നിനക്ക് 250K ഫോളോവേഴ്സ് ഉണ്ട്, 2 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. നീ ഒരു സ്റ്റോറി ഇട്ട് എത്ര പേര് കാണും? ഒരു 50-60K കാണും. എനിക്ക് 25K ഫോളോവേഴ്സേ ഉള്ളൂ. എനിക്ക് അത് ആ സൈബർ അറ്റാക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ആ സ്റ്റോറി വ്യൂ ഉണ്ടായിരുന്നു. മനസ്സിലായത് നിനക്ക് ആ വ്യത്യാസം മനസ്സിലായത്? ആൾക്കാർ നമ്മളെ കൊല്ലാൻ വേണ്ടി അത്രയും പേര് നമ്മുടെ സ്റ്റോറി കാണും. 20,000 ഫോളോവേഴ്സുള്ള എന്നെ കാണാൻ വരും 60,000. അതാണ് സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത്. അതിങ്ങനെ നിൽക്കുക, എന്നിട്ട് അവരിങ്ങനെ നിൽക്കുക, അവനെന്തെങ്കിലും ചെയ്യും, ഇപ്പൊ പിടിക്കുക, അതിങ്ങനെ വന്നോണ്ടിരിക്കും. അപ്പൊ സൈബർ അറ്റാക്ക് വരാൻ കിടക്കുന്നതേ ഉള്ളൂ ഇനി അങ്ങോട്ട്. അത് എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലായിട്ട് എനിക്ക് ഇതായി. അപ്പം ഞാൻ തന്നെ സ്റ്റോറി ഇട്ടു. ഞാൻ അങ്ങനെ പിക്കപ്പ് ലൈൻ ആരെയും മറ്റേ രീതിക്ക് പറഞ്ഞ് അതിനു വേണ്ടി പറയുന്നതല്ല. അവർ ചോദിക്കുമ്പോൾ ഞാൻ പറയും. അത് ഫണ്ണായിട്ടുള്ള ഒരു എലമെൻ്റാണ്. അല്ലാണ്ട് കുറേ പേര് പറഞ്ഞു ഇവന് മറ്റേ മൂത്തിരിക്കുക അതുകൊണ്ട് പറയും. ഇത് ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ ഒരാളുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾ കമന്റ് ചെയ്ത് അങ്ങനെ ഫൈറ്റ് ചെയ്ത്, അപ്പൊ അവനെ തിരിച്ച് ഫൈറ്റ് ചെയ്ത് അങ്ങനെ മീശ മുളച്ച് എല്ലാം പ്രതികരിച്ചോണ്ടിരുന്നവനാ. എല്ലാം പോസ്റ്റും ഡിലീറ്റ് ചെയ്ത് അടങ്ങി എവിടെ പോരാളിയോടെ. അങ്ങനെയല്ല, ട്രോള് വരുമ്പോൾ നമ്മൾ ട്രോളായിട്ട് കൊടുക്കും. പിന്നെ ഇങ്ങനെ പേഴ്സണലായിട്ട് പറയുമ്പോൾ അത് ആ സമയത്ത് കുറച്ച് ഇതായി. നിനക്കത് എന്താ പറയണ്ടേ, അങ്ങനൊരു സിറ്റുവേഷൻ വന്നാലത് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടും പരിപാടിയൊക്കെ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കാര്യം ഇങ്ങനെ പറഞ്ഞു, എന്നോട് ചോദിക്കുമ്പോഴാണ് ഞാൻ ഇത് പറയാറ്. അല്ലാണ്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെണ്ണിൻ്റെ അടുത്ത് പോയി പറയാറില്ല. നീ അത് പുറത്ത് ആരോടെങ്കിലും, നീ ഓൺലൈനിൽ ഒരുപാട് തന്നിട്ട് നീ ആരോടെങ്കിലും ലൈഫിൽ ഇന്ന് ഒരു പിക്കപ്പ് ലൈൻ അടിച്ചിട്ടുണ്ടോ? പക്ഷെ അത് ബസ് സ്റ്റോപ്പിലല്ല, റെയിൽവേ സ്റ്റേഷൻ, മെട്രോയിലായിരുന്നു. ഇല്ല, അങ്ങനത്തെ ചലഞ്ച് ഒന്നും ചെയ്തിട്ടില്ല. ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ക്രൈപ്പിയാവും. ഞങ്ങളത് ആലോചിച്ചു. ജോണിന് സെറ്റിനകത്ത് ചോദിക്കും ഈ പിക്കപ്പ് ലൈനൊക്കെ കേട്ട് ആരാ പിക്കപ്പ് ആവുന്നത്? അത് ക്രൈപ്പിയാ. അവര് നമ്മൾ ഡിമാൻഡ് ചെയ്യുമ്പോഴാണ് നമ്മള് പറയണം. ഓക്കെ, അതായത് നമ്മളൊരു പക്ഷെ അതും ഇപ്പൊ ക്രൈപ്പിയാ. അതിന്റെയും കാലം കഴിഞ്ഞു. എന്തൊരു കഷ്ടപ്പാടല്ലേ അല്ലേ? ഇപ്പൊ എന്താണ് ട്രെൻഡ് ആയിട്ടുള്ളത്? മൈക്കിൾ ജാക്സൺ
ക്ലാസിക് റോക്ക്. കറണ്ട് ട്രെൻഡ് എന്താ നിങ്ങളുടെ ജനറേഷനിലെ കറണ്ട് ട്രെൻഡ് ടോപ്പിക് എന്താണ് ഇപ്പൊ പെട്ടെന്ന് ഓടുന്ന എന്തായിരിക്കും ടോപ്പിക്? ഇപ്പോൾ സിനിമാറ്റിക് ആയിട്ടുള്ള റീൽസ് ഒക്കെ. സിനിമാറ്റിക് റീൽസ്. സിനിമ എന്നും സിനിമാറ്റിക് ആയിട്ടുള്ള റീൽസ്, സ്വന്തം കോണ്ടന്റ് നമ്മൾ തന്നെ ഉണ്ടാക്കിയിടുക. നമ്മളങ്ങനല്ല പെൺപിള്ളേരെ ഇമ്പ്രസ് ചെയ്യാൻ എന്താണെന്ന് വളരെ ഇമ്പ്രസ് ചെയ്യുന്ന സ്ഥിരമല്ലല്ലോ. കാരണം കോണ്ടന്റിന്റെ കാര്യം പഠിച്ച് ഇവിടെ കോണ്ടന്റ് ഇടേണ്ട ദാരിദ്ര്യമൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഞങ്ങളത് ചെയ്യാനും ഉള്ള ഇങ്ങനെ മേലനിങ്ങുള്ള പരിപാടിയാണ്. ഇനി ഇരുന്ന് കൊണ പറയണേ. ജോൺ ചേട്ടൻ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ മറ്റേ എന്ത് കണ്ടന്റ്? ഏത് കണ്ട്? ബേബി ഹോ ബേബി. അയ്യോ അതിന്റെ അത് വേറെ പിന്നെ പറയാം. ഇപ്പൊ പറയാൻ പറ്റില്ല, ക്യാമറ പറയാൻ പറ്റത്തില്ലത്. അത് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു എക്സർസൈസ് ആണ്. ഇന്നലെയും കൂടെ നമ്മള് പറഞ്ഞല്ലേ അതെ അതെ അൽഗോരിതം. ഇൻസ്റ്റാ അൽഗോരിതം ബ്രേക്ക് ചെയ്ത് നമുക്ക് പറയാല്ലേ. നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾ രാവിലെ ഇവന്റെ റീല് കാണുന്നത് ഇവിടെ. അപ്പൊ ജോണില്ല. അപ്പൊ നമ്മൾ ഇല്ലെങ്കിൽ നമുക്ക് ഊക്കാൻ ടെൻഡൻസി കൊടുക്കും. കാരണം എല്ലാവരും ഒറ്റക്കെട്ടാ. ഇവരില്ലേ തിരിച്ചടിക്കും. ആളുണ്ടെങ്കിൽ അവൻ അടി തിരിച്ചടിക്കുമല്ലോ. ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഒരു ടീമും ഇവരില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ എടുത്തു നോക്കിട്ടത് ഇൻസ്റ്റാ അൽഗോരിതത്തെ ഇവര് ബ്രേക്ക് ചെയ്തത്. കാരണം ഒരു അപ്പൊ ഞാൻ നോക്കുമ്പോ 3 ലൈക്കുള്ള വീഡിയോ, ശരിക്കും 3 ലൈക്ക്. ഞാൻ തള്ളുവല്ലോ, ലിറ്ററലി 3 ലൈക്കുള്ള വീഡിയോ. കാലത്ത് നോക്കണ 27 സിറ്റുവേഷൻ. അല്ല, വീഡിയോ 60 സെക്കൻഡ് ഉണ്ട്. പകുതി അതിന്റെ എഴുതി കാണിക്കുക. നെക്സ്റ്റ് എപ്പിസോഡ് ഓൺ യൂട്യൂബ്. കണ്ടന്റ് 30 സെക്കൻഡാ. അപ്പൊ അനീസൊക്കെ പറഞ്ഞ് അവിടെ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും കാലമായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ നമ്മളെന്താ വിശ്വസിച്ചുകൊണ്ടിരിക്കണേ, അതായത് നല്ല കണ്ടന്റ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിലേറ്റബിൾ കണ്ടന്റ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായി റീച്ച് ചെയ്യും. അത് ഈ ഒരൊറ്റ സാധനം വർക്ക് ചെയ്താണല്ലോ ഇപ്പൊ ഹാഷറും ടീമും പോലും കയറിയേക്കണം. അല്ലേ, കുറെ ടീം ഉണ്ടല്ലോ ഇപ്പൊ അങ്ങനെ. അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല സാധനങ്ങൾ ഇട്ട് ചെയ്തൊക്കെയാണെങ്കിൽ നല്ല ലെവലിലോട്ട് റീച്ച് ചെയ്യും. ഇത് ഇടണോറും താന്നു ഇത് ഇൻസ്റ്റാഗ്രാമിലുള്ള ആരും ബാധിക്കുള്ള. ഇന്നലെ അതിനകത്ത് 3 നല്ല തമാശ അടിക്കുന്നുണ്ട്. പക്ഷെ ഇത് ആൾക്കാരിലോട്ട് എത്തല്ല, ആർക്കും വേണ്ട. അപ്പൊ ഇൻസ്റ്റാ അൽഗോരിതത്തെ അവർ തോൽപ്പിച്ചു. ബിയോണ്ട് സയൻസ് അവര് മാറ്റി. നമ്മൾ പ്രേക്ഷകരെ ഞാൻ എന്റെ ഹേ ബേബി പ്ലഗ് ഇൻ ചെയ്യുന്നു. വിറ്റോക്സ് പ്രേക്ഷകർ ശ്രദ്ധിക്കുക, യൂട്യൂബില് ജസ്റ്റ് ലിറ്റിൽ തിങ്സ് എന്നുള്ള ചാനൽ ഹേ ബേബി ഹായ് ബോബി, ഹേ ബേബി ഹായ് ബോബി, ഹേ ബേബി ഹായ് ബോബി, 2 ക്യാരക്ടർ. ഒരു കപ്പിൾ ഇടിക്കണം, ഈ പേര് തെറ്റിപ്പോണു. ഒരു കപ്പിൾ കുസൃതികൾ, കപ്പിൾ റീൽസ് അല്ല കപ്പിൾ വൈബിലുള്ള സാധനമാണ് റീൽസ് പോകുന്നത്. ഷോർട്സ് ആയിട്ട് പോകുന്നത്, ഫുൾ വെബ് സീരീസ് പോലെ ആയിട്ടില്ല ഇതുവരെ. ഓക്കെ, അത് പോകും. നിങ്ങൾ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. ഞങ്ങൾ പറഞ്ഞ ഉള്ളതാണോ ചെക്ക് ചെയ്യുക, റിലേറ്റബിൾ നല്ല കണ്ടന്റ് ആണോ നോക്കുക. പോട്ടെ, ഇനി നേരെ ആലപ്പുഴ ജിംഖാനയിലേക്ക് എത്തിയത് എങ്ങനെയാ നീ പറഞ്ഞില്ല ഇപ്പോഴും? അതെ അതെ. ഇനി നമുക്ക് കുറച്ച് ആൾക്കാർ നമ്മളോട് പറയും ഇമാര് ഗസ്റ്റിനെ കൊണ്ട് ഇരുത്തിട്ട് അവമാനിക്കുക, പണ്ട് പരിചയം ഇറക്കണമെന്ന് വെച്ചാൽ അവനെ കൊണ്ടിരുത്തി. സത്യം പറയല്ല, ഞാനിപ്പോ പ്രോപ്പർ തന്ത്രവൈവിൽ എത്തിയേക്കണം. ഞാൻ ഇതിനകത്ത് ഇരുന്നിട്ടാ വിട്ടോക്സ് ഇരുന്നത്. എനിക്കിപ്പോ കറക്റ്റ് റിലേറ്റീവ് ആണ്. ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ ആ കസേരയിലാണ് ഇരുന്നത്. ഞാൻ ഇതുപോലെ ഇരുന്നത്. ഇവര് 3 പേര് എന്തൊക്കെയോ വാണത്തരം പറഞ്ഞോണ്ടിരിക്കും. അന്നതുപോലെ ആൾക്കാർ പറയുന്നത് മഹാദേവൻ സംസാരിക്കുന്നില്ലെന്ന്. മഹാദേവൻ സംസാരിച്ചു തുടങ്ങി ഇതേപോലത്തെ സംസാരം. അതാ നീ കൂടിക്കോ ഇവിടെ. ഒരു പടം കൂടിയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ജിംഖാന വിശേഷം എങ്ങനെ എത്തി, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ജിംഖാന എങ്ങനെ കോളേജിൽ ഫൈനൽ ഇയർ ടൂറൊക്കെ പ്ലാൻ ചെയ്തിരിക്കുക. അങ്ങനെ 6 ദിവസത്തെ ടൂറ്. മറ്റേ മൂന്നാറ്, അല്ല മൂന്നാറല്ല, കൂർഗ്, മൈസൂര്. അതിനൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. 60 വർഷമായിട്ട് 6 വർഷത്തെ ടൂർ അവിടെ പോണേ. 6 ദിവസത്തെ ഞങ്ങള് പ്ലാൻ ചെയ്യുമ്പോൾ വെറൈറ്റി ആയിരുന്നു. ഗോവയ്ക്ക് ഉണ്ടായിരുന്നുണ്ടാവില്ലേ. പിന്നെ ട്രെയിനിന്റെ ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ അത് പ്ലാൻ ചെയ്ത് 2500 അഡ്വാൻസ് ഒക്കെ കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ മെസ്സേജ് കണ്ടു, ഖാലിദ് റഹ്മാൻസ് നെക്സ്റ്റ് പ്രോജക്റ്റ് ഓഡിഷന് വരാമോ, AD അയച്ചു മെസ്സേജ്. അപ്പോൾ ഞാൻ ചെന്നല്ല, ഞാൻ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, ബ്രോ എപ്പോൾ വരുവാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടാ ഞാൻ ടൂറിന് പോവാൻ. ടൂർ 5 ദിവസം കഴിഞ്ഞാൽ പറ്റുമോ, കാരണം ഫൈനൽ ഇയർ ആ ട്രിപ്പിലിരിക്കുക. ഇത് പോയാൽ മിസ്സാണ്, എൻ്റെ ക്ലാസ്മേറ്റ് വൈബിലിരിക്കുക. ഇനിയില്ല ഇതുപോലൊരു കാലം എന്നൊക്കെ വൈബിലിരിക്കും. സ്വപ്നം കണ്ടിങ്ങനെ ഇരിക്കും. അപ്പൊ ചേട്ടാ
ഒരു 5 ദിവസം കഴിഞ്ഞ് വന്നാൽ മതിയോ എന്നൊക്കെ ഒരു ചോദിച്ചു. അപ്പോൾ ബ്രോ അത് കഴിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ എൻ്റെ കഴിഞ്ഞു പോയേനെ. അത് ചിലപ്പോൾ വേറെ ആളെ വിളിച്ച് സെറ്റാക്കി ഞാൻ തീർന്നേനെ. ഞാൻ ഇപ്പോൾ കാറ്റാടി തണുള്ള ഇരുന്നേ. വെയിറ്റ് ചെയ്തല്ലേ? ചില ടൈം ആയിട്ടില്ല. ചിലപ്പോൾ ക്ലിയർ ആയില്ല. നീ ടൂർ കഴിഞ്ഞിട്ടാണോ? ടൂർ കഴിഞ്ഞിട്ടാ പോയാ. ടൂർ കഴിഞ്ഞാൽ അന്ന് തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ ഫ്ലാറ്റിലോട്ട് ചെന്നു. അപ്പോൾ കൂറ വേഷം ആടുജീവിതത്തിൽ നിന്ന് വന്ന ഛർദ്ദിച്ച് വാള് വെച്ചൊക്കെ. പിന്നെ ഫുഡ് പോയ്സണൊക്കെ ഇടയ്ക്ക്. സാറ് പറഞ്ഞു പുറത്തുനിന്നൊന്നും കഴിക്കരുത്, ഇത് നിങ്ങൾ സൂക്ഷിക്കണം. സാറ് ആദ്യം പോയി. സാറാദ്യം ഹോസ്പിറ്റലിൽ, ഞങ്ങൾ തൃശ്ശൂർ വണ്ടി നിർത്തി കിടക്കുക. വെയിലത്ത് സാറിപ്പോൾ വരുമെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഫുഡ് പോയ്സണാ? കുറച്ച് പേർക്കൊക്കെ. സാറാദ്യം ആശുപത്രി പോയി. ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാവുള്ളൂ. പുറത്തുനിന്ന് അങ്ങനെ ചപ്പും ചവർന്ന് വാങ്ങിച്ച് കഴിക്കായിരുന്നു. ഫുള്ളി ഒരു പാനിപ്പൂരിയിൽ. പുള്ളി ചിലപ്പോ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന ആളായിരിക്കും. ആൾക്ക് ആദ്യമായിട്ട് പുറത്തു പോയിട്ട് പാനിപ്പൂരി കഴിച്ചപ്പോ അടിച്ചു പോയതോ. അപ്പൊ അങ്ങനെ ഇവിടെ വൈറ്റില ഓഫീസാണോ? അല്ല, അവിടെ ഫ്ലാറ്റാ. പ്രൊഡക്ഷനും ഫ്ലാറ്റും കൂടെ ഇനി ആൾക്കാർ ഇത് ശരിയാ, സിനിമയിൽ പ്രൊഡക്ഷൻ ഫ്ലാറ്റ് അല്ലേ? അതിരിക്കട്ടെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലൊക്കെ പ്രൊഡക്ഷൻ എടുക്കുന്ന ഫ്ലാറ്റിന്റെ ഫ്ലാറ്റ് എന്ന് പറയാം. പ്ലാൻ ചെയ്യുന്ന ഫ്ലാറ്റാ. അപ്പൊ ഫ്ലാറ്റിൽ പോയിട്ട് എന്താ ഓഡിഷൻ ചെയ്യിപ്പിച്ചത്? അപ്പൊ അവിടെ ആദ്യത്തെ ദിവസം പോയി. അപ്പൊ ഇങ്ങനെ ഭയങ്കര കൂറായിട്ട് പോയി. അപ്പൊ അങ്ങനത്തെ ആളായിരുന്നു വേണ്ടത്. ഓ, നീ മറ്റേ ഇയാളുടെ പോലെ വിവേക് ഓബ്റോയ് ബെസ്റ്റ് ആക്ടറിനകത്ത് പറയത്തില്ല, വിവേക് ഓബ്റോയ് അങ്ങനെ ആ ലുക്കിൽ വന്നു എന്ന് പറയത്തില്ല. അപ്പൊ കുറച്ച് ടയേർഡായിരുന്നു. അപ്പൊ പെർഫോം ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഒറ്റ വാള് ഇടിച്ച് ചോര വീണ സീനൊക്കെ അല്ലേ? തച്ചോളി അമ്പല്ലേ വാളെടുത്തൊക്കെ. ഇതൊരു ഇടിപ്പടമാണ്, ഞാൻ വെച്ച് വാള്. അപ്പോഴേക്കും ഇങ്ങനെ കള്ളു കുടിച്ചിട്ടുള്ള സംഭവം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നീ ചെറിയ ഫിറ്റിലാണ്, ടൂർ കഴിഞ്ഞ് ഇറങ്ങിയിട്ടല്ലോ. അപ്പൊ ഇങ്ങനെ നട്ടുച്ചക്കായിരുന്നു. അങ്ങനെ ഫ്ലാറ്റിലല്ലടാ, കാലാവസ്ഥക്ക് ഇതിൽ ഒന്നും ചെയ്യാല്ല. ഇങ്ങനെ ക്ഷീണിച്ച് ഭയങ്കര ഫുഡൊന്നും കഴിച്ചില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയിൽ അന്ന് അപ്പൊ അവര് പറഞ്ഞു കഴിച്ചിട്ട് വാ, കഴിച്ചിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ കള്ളുടിക്കാനെ പറഞ്ഞു കഴിച്ചിട്ട് 2 പെഗ് അടിച്ചടുത്ത പാറി കയറി. അങ്ങനെ അത് ചെയ്തു. പിന്നെ വേറെ ചെയ്തത് വെള്ളം അടിച്ചിട്ട് നിർത്തിയിട്ട് അതിൻ്റെ ഹാങ് ഓവറിൽ പക്ഷെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു. പക്ഷെ ഒരു ബിയർ ഇല്ല. ഇത് സിറ്റുവേഷൻ പറഞ്ഞാണോ? ഞാൻ ഓർത്ത് ശരിക്കും വെള്ളം അടിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട്. ഓക്കെ മദ്യപാനം നിർത്തി. പക്ഷെ ബിയർ കാണുമ്പോഴുള്ള ടെംപ്ടേഷൻ പതുക്കെ സ്ലോയിൽ അങ്ങോട്ട് എത്തണ ഒരു സംഭവം ചെയ്യാം. അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത ഒരു സംഭവം ചെയ്തു. എന്നിട്ട് ബോക്സിങ് പഠിക്കാൻ ഇതുണ്ടെങ്കിൽ പഠിക്കുവാൻ ചോദിച്ചു. നമ്മളെ പഠിക്കാം. അപ്പൊ ചേർത്തലയിൽ എങ്ങനെയാ ബോക്സിങ് ഉണ്ടോന്നൊക്കെ ചോദിച്ചു. ചേർത്തല ആകെ ഉള്ളത് കോളേജിൽ നടക്കണതല്ല. അപ്പോ എന്നിട്ട് ഇവിടെ തന്നെ ചുമ്മാ ചോദിച്ചാ അവര് പഠിപ്പിക്കും. അവരുടെ പ്ലാൻ നിന്നെ പഠിപ്പിക്കാതെ അവിടെ എല്ലാവരും ഒന്നിച്ച് ട്രെയിനിങ് ആയിരുന്നു. എത്ര ദിവസം ബോക്സിംഗ് ട്രെയിനിങ് ഉണ്ടായിരുന്നു? 3 മാസം ബോക്സിംഗ് ട്രെയിനിങ്. നല്ല പക്ഷെ ബോക്സിംഗിൽ അത് ക്രാഷ് കോഴ്സാ. കോച്ചൊക്കെ 18 വർഷം എക്സ്പീരിയൻസ് ഉള്ള പരിപാടിയാണ്. എന്നിട്ട് പ്രാക്ടീസിനിടയിൽ ഇടിയൊക്കെ കിട്ടിയ ശരിക്കും? ഇല്ല, അത്രക്കില്ല. പിള്ളേരാണ് ഏറ്റവും യങ്ങായിരുന്നു. ബോക്സിംഗ് പഠിച്ച ഇടിയാ. നമ്മള് ഇടി കിട്ടും. എൻ്റെ കൂട്ടുകാർ പിള്ളേരൊക്കെ ഇടിയും മൂക്കൊക്കെ പൊടിച്ച് വിടും. ഇവന് ഈടെ തുടങ്ങിയുള്ളൂ, പക്ഷെ കുറേ വർഷമായിട്ട് പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റേ എന്ന് പറയുന്നത് ഡിഫെൻഡിങ്ങും പരിപാടിയൊക്കെ പഠിക്കണതാണ്. പക്ഷെ മൂക്കിന് ഇടിയൊക്കെ കിട്ടിയിട്ട് വരും. അതിൻ്റെ കുറേ മറ്റേ മൊയ്ത്തായൊക്കെ ഉണ്ട്, അത് ഇതിലും ഡേഞ്ചറാണ് കാലുകൊണ്ട്. ബോക്സിങ് എങ്ങനെയുണ്ട് മൊത്തം എക്സ്പീരിയൻസ്? അപ്പം നിനക്ക് അത്രയും ഇതിനകത്ത് എനിക്കൊന്ന് ഇടിയൻ ചന്തു ഒക്കെ നേരെ ഓഡീഷൻ ആ പ്രോസസ് ഷൂട്ടിലോട്ട് ഇതിൽ മൊത്തം ഇവിടെ വയറേക്ക് ഇട്ടു, മുടിയൊക്കെ ചെയ്യാൻ. പിന്നെ കോസ്റ്റ്യൂമൊക്കെ കുറച്ചുകൂടെ ജെൻസി പരിപാടിയാക്കി. കുറച്ചുകൂടെ ജെൻസി ആയി കുറച്ചുകൂടെ ഏറ്റവും യങ് ഞാനപ്പോൾ അതിൻ്റെ ജെൻസി പരിപാടിയാക്കി.
പിന്നെ ഞാനും ശിവയൊക്കെ ആണെങ്കിലും നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്, പക്ഷെ നമ്മളെ ഒന്നാക്കി. ശിവയ്ക്ക് പ്രായം പറയില്ല, പറയണോ? വേണ്ട. അല്ല, അത് ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതല്ലേ, അവന് ഭാര്യയുണ്ട്, LKG പഠിക്കുന്ന മോളുണ്ട് എന്നൊക്കെ. അത് നമ്മൾ പകുതിക്ക് വെച്ച് പറഞ്ഞ പറഞ്ഞില്ല, ഞാൻ പറയുമെന്ന് അറിയാം. അപ്പം മൊത്തത്തിൽ എന്നിട്ട് ഫസ്റ്റ് ഡേ ഷൂട്ടിന് പോയപ്പോൾ എന്ത് തോന്നി? അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചെയ്തതിൽ ഏറ്റവും വലിയ പ്രോജക്റ്റ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയും അതിന് കുറെ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് പടത്തിന് ബോക്സിങ്ങിന് അത്ര ഇമ്പോർട്ടൻസ് ഉള്ള സാധനമാണോ? മെയിൻ സാധനം അത് തന്നെയാണ്. ബോക്സിങ് സ്പോർട്സ് കോമഡിയാ. സ്പോർട്സ് കോമഡിയാണ്. ആക്ഷൻ പടം അല്ലേ? ആക്ഷൻ കോമഡി. ആക്ഷൻ കോമഡി. അതിലെവിടെ നമുക്ക് BGM പരിപാടിയൊക്കെ വരുമ്പോഴേ അറിയുള്ളൂ. മൊത്തത്തിൽ ഒന്ന് എടുത്ത് വെച്ചു പലപ്പോഴും ആക്ടേഴ്സിന് അതിന്റെ പ്രോപ്പർ ഐഡിയയും കിട്ടണമെന്നില്ല. എഡിറ്റ് കഴിയുമ്പോഴേ അതിന്റെ എന്താന്ന് അറിയുള്ളൂ, എവിടെയാണ് സീരിയസ് ആവണേ. എന്നാലും ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഒരു ഫസ്റ്റ് ക്യാമറയുടെ മുന്നിൽ നീ ഷൂട്ടിന് നിന്നപ്പോൾ നീ സ്റ്റേജിൽ മറന്നു പോണ ആൾക്ക്? അതെ, പക്ഷെ എനിക്ക് ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. കാരണം ഒട്ടും നമ്മളെ പ്രഷറില്ല. ഇപ്പം ഡയറക്ടറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണെങ്കിലും എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയാമെങ്കിൽ നമ്മൾ പകുതി കംഫർട്ടാവും. അത്രയും സിമ്പിളായിട്ട് പറഞ്ഞു തന്നു, ഇത് ചെയ്താൽ മതി, ക്യാമറ ഉണ്ടെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ പറഞ്ഞു തരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നാളെ ഒരു പടം ചെയ്യാനാണെങ്കിലും ആൾക്കാരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു സാധനം പഠിച്ചു. നല്ല സ്കോളല്ലേ ഖാലിദ് റഹ്മാൻ? ഭയങ്കര അവർ തമ്മിൽ നല്ല ഒരു ഫ്രണ്ട്സ് സെറ്റപ്പ്, ഫുൾ ടീം ക്രൂ, ഒരു ഹൈറാർക്കി പരിപാടി തോന്നാത്തൊരു സെറ്റപ്പായിരുന്നു. സെറ്റിൽ നസ്ലനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റിൽ നസ്ലൻ നമ്മുടെ കമ്പനി പോലെ ഭയങ്കര കമ്പനി ആയിരുന്നു. ഭയങ്കര കമ്പനി. അടുത്ത എപ്പിസോഡിലേക്ക് നിനക്ക് എത്ര കമ്പനി ഉണ്ടെന്ന് നമുക്ക് അറിയാം. എന്ത് പൊന്ന് കാർത്തിക് എന്ത് ഇങ്ങനെ കള്ളം പറയാണ്? നസ്ലിം വന്ന് അഭിനയിച്ചു പോയി. നസ്ലിന് അറിയാവോ കോ ആക്ടർ റാസായ ഇവൻ പറയുമ്പോ അങ്ങ് മറ്റേ ഞങ്ങൾ ഒരുമിച്ചാ കിടന്നുറങ്ങിയ അങ്ങനെയാണ് പുള്ളി വിട്ടോക്സ് വരട്ടെ, അപ്പൊ ഞങ്ങൾ വിശ്വസിക്കുക അല്ലേ? നിങ്ങൾ ഫോൺ വിളിക്കുന്ന ബന്ധം ഇപ്പൊ എനിക്കാണെങ്കിൽ സിദ്ധാർത്ഥ മേനോനെ വിളിക്കാനൊരു ബന്ധമുണ്ട്. അതിന്റെ ആകെയുള്ള സിനിമാ ബന്ധം. ഇതൊക്കെ നെസ്ലിനെ എന്ന് ഫോൺ ചെയ്യാൻ പറ്റും? സിദ്ധാർത്ഥ മേനോന് സിനിമാ ബന്ധം പറഞ്ഞോണ്ടിരിക്കുക. പേഴ്സണൽ ബന്ധമുണ്ടോ? മെസ്സേജ് അയക്കും. കാരണം കമ്പനിയാണ് ഇപ്പോഴും അങ്ങനെയാണ്. അല്ല, അവിടുത്തെ സെറ്റിലെ വിശേഷങ്ങൾ സെറ്റില് എല്ലാരും ഒരേപോലെ തന്നെ. എങ്ങനെ നിങ്ങൾ എല്ലാവരും ഒരേപോലെ എങ്ങനെയാണ്? എല്ലാരും മെസ്സേജ് അയക്കും. ഗ്രൂപ്പിലാണ് മെസ്സേജ് അയക്കണേ. അപ്പൊ ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരെ ഊക്കും. ഇങ്ങനെ ജൂനിയേഴ്സ് ഒക്കെ ഉണ്ട്, കുറെ പെമ്പിള്ളാരുണ്ട്. അപ്പൊ ആരെങ്കിലും ഒന്ന് മിണ്ടാൻ നോക്കിയിരിക്കും, ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടും, റഹ്മാനിക്കടെ ഇടും, ഡയറക്ടർ മിണ്ടുന്നതും ആരോടെങ്കിലും ചിലപ്പോൾ സീൻ പറഞ്ഞു കൊടുക്കുമായിരിക്കും. പക്ഷെ നമ്മളത് ഡയലോഗ് മാറ്റി BGM ഒക്കെ കയറ്റി അങ്ങനെ ഊക്കും. അങ്ങനെ കുറെ പരിപാടികളുണ്ട്. ഇതിവിടെ നമ്മൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നോക്കാറുണ്ട്. നമ്മുടെ ഇതിനിടയ്ക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തപ്പോൾ ആൾക്കാരെ പ്രശ്നം വെച്ചാൽ നമ്മൾ ചുമ്മാ ആൾക്കാരെ കളിയാക്കുന്നു, പാവങ്ങൾ ഇരുന്ന് കളിയാക്കൽ കൊണ്ട് വിഷമിക്കുന്നു. എന്നെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളിതിൽ പറഞ്ഞ നീ തിരിച്ചടിക്കും എന്നുള്ള ധൈര്യത്തിൽ നമ്മൾ കൊണ്ടുവന്നത്. പക്ഷെ നീ ഇതുവരെ അത് അടിച്ചിട്ടില്ല. മെച്യൂരിറ്റി പിടിച്ച് സീരിയസ് ആയി എന്നുള്ളത്. അല്ലേ, എനിക്ക് പറയാൻ കിട്ടണ്ടേ? അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. രാവിലെ ഒരു സൈഡില് പോക്കറ്റ് ചീപ്പും മറ്റേ പോക്കറ്റ് ഫിലോസഫി ഇട്ടോണ്ടാ വന്നേക്കണേ. എന്നിട്ട് ചീപ്പ് ഫിലോസഫി ഇറക്കുക. നല്ലതൊക്കെ എവിടെ വെച്ച് പോയെന്നൊക്കെ. അല്ല ഇപ്പൊ സിനിമ ഡയലോഗ് മാത്രം, അത് വെട്ടത്തിലെ ഡയലോഗാ. നല്ലതൊക്കെ ജീവിതത്തിന്റെ യാത്രയിൽ എവിടെയൊക്കെയോ മറന്നു വെച്ച് പോയി. നല്ലത് വെട്ടത്തില് ദിലീപറാണ്. നല്ലതൊക്കെ എവിടെ മറന്നത്? പകൽ നക്ഷത്രത്തില് മോഹൻലാലിന്റെ ആ കഴിഞ്ഞ എത്ര പെട്ടെന്ന് നീ ലൊക്കേഷൻ ചോദിച്ചിട്ട് പോയാ അല്ലെന്ന് അല്ല ലൊക്കേഷനിൽ ഏറ്റവും ഒരു ഫൺ മൊമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഖാലിദ് റഹ്മാനോട് ചാൻസ് ചോദിക്കേണ്ടത് എങ്ങനെയാണ്? ചോദിച്ചാൽ മതി. അപ്പൊ തന്നെ ഇല്ലാന്ന് പറയില്ലേ? ഇല്ല, അപ്പൊ തന്നെ മെസ്സേജ് അയക്കി, പ്രൊഫൈൽ അയക്കി. ഭയങ്കര കൂളാ. എന്ന് വെച്ചാൽ ഇത്രയും ടെൻഷൻ ഇല്ലാണ്ട് കോടികളുടെ കളിയല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നതും റഹ്മാനിക്കാ. നമുക്കിപ്പോ നമ്മുടെ ഒരു പടത്തിന് സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, നമുക്ക് ഖാലിദ് റഹ്മാനിലോട്ട് എങ്ങനെ എത്താൻ പറ്റും? അല്ല, ഞാനെല്ലാം ഇന്റർവ്യൂ കാണുമ്പോഴത്തേക്ക് പൃഥ്വിരാജൊക്കെ ഇരുന്ന് പറയുമല്ലോ, ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഞാൻ ഒരാൾ കഥ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ദിവസം 7 കഥ വരെ കേൾക്കും. എന്നെ ഡയറക്റ്റ്ലി വേണം അപ്രോച്ച് ചെയ്യാൻ, എനിക്കത് കേൾക്കാനുള്ള ടീമുണ്ടെന്നൊക്കെ പറയും. നമുക്കിത് എവിടെ എന്താ അതിൻ്റെ താഴെ കമന്റ് ഇട്ടാൽ പൃഥ്വിരാജ് വന്നിട്ട് റിപ്ലൈ അടിയോ, മോൻ അവിടെ പോരെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുമല്ലോ. ഇവരിങ്ങനെ പറയുന്നല്ലാതെ വഴി എന്തായാലും കുറച്ച് പുറകെ നടക്കേണ്ടി വരും.
ഖാലിദ് റഹ്മാൻ അടുത്ത പടം കമ്മിറ്റ് ചെയ്തോ? അത് പൃഥ്വിരാജാണ് ആയിട്ടാണല്ലോ. ആണോ? അത് പറഞ്ഞായിരുന്നു, നോക്കുന്നുണ്ടെന്നാ പറഞ്ഞു. ഇപ്പം വേറെ ആളെ പിടിക്കാം. ഖാലിദ് റഹ്മാനൊക്കെ നിനക്ക് സെറ്റിൽ ഏറ്റവും ഫണ്ണി ആയിട്ട് തോന്നിയിട്ടുള്ള, നീ ആൾക്കാരെ കളിയാക്കുമായിരുന്നു, നെസ്ലിനെയൊക്കെ നീ ഊക്കുമായിരുന്നു. എന്നുവെച്ചാൽ അങ്ങനെ അവിടെ നസ്ലിൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. നമ്മള് കുറച്ചാൾ കഴിഞ്ഞപ്പോ തന്നെ നമ്മളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വൈബായി. പിന്നെ ഫ്രണ്ട്സ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് 90 ദിവസം കഴിഞ്ഞപ്പോഴും വിഷമായിരുന്നു, ഇനി എന്ത് ചെയ്യും. മറ്റേ കുബേരൻ അല്ല ഞാൻ നിങ്ങളൊരു 5-6 ആൾക്കാർ അതെ വേറെ പടം കിട്ടുമ്പോ നമുക്കിത് മറക്കാൻ പറ്റും പെട്ടെന്ന്. അല്ലെങ്കിൽ ഞാൻ മറ്റേ കുബേരനിൽ നിന്ന് മറ്റേ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങിയ ഫീലാ. കിടക്കൊക്കെ എടുത്തോണ്ട് പ്രൊഡക്ഷൻ ഫുഡും ഇല്ല, നല്ല ഫുഡ് അടിയൊക്കെ ആയിരുന്നു. നമുക്ക് എന്തും കഴിക്കാം. ഇല്ല എനിക്കില്ലായിരുന്നു. എനിക്ക് വെയിറ്റ് കൂട്ടാൻ കുറയ്ക്കുകയും വേണ്ട, കറക്റ്റ് ആയിരുന്നു. 50 കിലോ കാറ്റഗറിയാണ്. പിന്നെ ഞാൻ തന്നെ കുറച്ച് എനിക്കിപ്പോ 55 ഉണ്ട്. 55 കൊള്ളാലോ. എത്ര കാലം എടുത്ത് വർക്കൗട്ട് ചെയ്യാൻ? കുറെ ഇടയ്ക്ക് വർക്കൗട്ട് സ്റ്റോറി ഒക്കെ ഇടുന്നുണ്ടായിരുന്നു, ഭയങ്കര പരിപാടിയായിരുന്നല്ലോ. 3 മാസത്തിന്റെ ഇടയ്ക്ക് പൗഡറൊക്കെ കഴിച്ച് അടിച്ച് കയറ്റി. 6 പാക്ക് ആയോ നിനക്ക്? 6 പാക്ക് ഉണ്ടായി പോയി. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വീണ്ടും പോയോ? ഇല്ല, ഭക്ഷണം കഴിക്കാത്തോണ്ട് കൊച്ചിയിൽ വന്ന് കഴിക്കാണ്ടിരുന്നു. അകത്തോട്ടാ പോയത്, പുറത്തോട്ടല്ല. ലാസ്റ്റ് ഒന്നും തമ്മിലൊക്കെ ഒട്ടി ഒട്ടി സെറ്റായി പഴയ പോലെ നമുക്കിത് മതി. നമ്മള് 90 ദിവസമൊക്കെ കഴിഞ്ഞു. കലാകാരൻ പറഞ്ഞില്ലേ, ഇപ്പഴാ കലാകാരനായത്. അതെ, വയറൊട്ടി തുടങ്ങിയോ? ട്രെയിനിങ്ങിന്റെ സെഷൻ മൊത്തം ഉണ്ടായി. ഷൂട്ട് തുടങ്ങിയപ്പോ സാധനം ഞാൻ എന്തിനു വേണ്ടിയാ ചെയ്തത്. സെഗ്മെന്റിലേക്ക് കിടക്കാം. നമ്മള് പുതിയതായിട്ട് പരീക്ഷിച്ച സെഗ്മെന്റ് ആണ്. നമ്മൾ കുറച്ച് ഫണ്ണി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് തോന്നുന്നു ബാധ്യത ഉണ്ടാക്കല്ലേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മറ്റേ ഒരു ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യാത്ത ചോദ്യങ്ങളാണ്. അങ്ങനെയല്ല, നോർമലി നമ്മള് നോർമലി ആൾക്കാർ പെട്ടെന്ന് അങ്ങനെ ചോദിക്കാത്ത ചോദ്യങ്ങളുണ്ടല്ലോ. നമ്മൾ വളരെ പക്ഷേ അത് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻസ്. പക്ഷേ റയറായിട്ട് ചോദിക്കും. നമ്മൾ ഡെയിലി അച്ഛനമ്മയും വന്നിട്ട് പരിപാടി ഇതെല്ലാം പറഞ്ഞിട്ട് പോലത്തെ ചോദ്യങ്ങളല്ല. ഇതെല്ലാം പറഞ്ഞിട്ട് ആദ്യത്തെ നോക്കുമ്പോൾ ശരിക്കും നിനക്ക് ജിംഖാനിൽ എത്ര രൂപ കിട്ടി എന്നൊക്കെ ചോദ്യം അവനെ കൊണ്ട് ആദ്യത്തെ എടുപ്പിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഞാൻ ചുമ്മാ അത് നമ്മളൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് നീ ആൻസർ ചെയ്യണം. നമ്മുടെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനൊരു ക്വസ്റ്റ്യൻ നീ ഇഷ്ടമുള്ള ഇളക്കി എടുത്തിട്ട് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ളത് വായിക്കത്തുള്ളൂ. നീ തുറന്നിട്ട് എന്തുകൊണ്ടാണ് കാർത്തിക് ഇത്രയും ഹംബിൾ ആയിട്ടുള്ളത്? ജീവിതഗന്ധിയായ ഫിലോസഫി എന്ത് നീ അടിപിടിക്കാണ്ടിരിക്കണം. പൊതുവിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം. അത് ശീലമാകാം, ഫുഡാകാം, വെഹിക്കിൾ ആവാം, വാക്ക് എന്തുവാകാം. ജനറലി നോക്കുമ്പോൾ അത് ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിക്കും. നമ്മൾ എന്താ ഉദ്ദേശിച്ചത് കിട്ടത്തില്ലെന്ന് എനിക്ക് സംശയമുണ്ട്. പൊതുവിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളത് എന്നാൽ ഇവന് ഇഷ്ടമല്ലാത്ത. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ചിക്കൻ ബിരിയാണി കുറച്ച് കംഫർട്ടബിൾ അല്ല. കഴിക്കണമെങ്കിൽ കംഫർട്ടബിൾ വേണം. പിന്നെ കംഫർട്ടബിൾ നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ വെജായിരുന്നേ. നീ വെജായിരുന്നാ? ഞാൻ വെജായിരുന്നു. അപ്പൊ പിന്നെ നിനക്ക് നോൺ വെജ് ഇഷ്ടമല്ലെന്നല്ല പറയാൻ പറ്റും. എല്ലാം കഴിച്ചു തുടങ്ങി. എല്ലാം കഴിക്കും. ഇപ്പഴും ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ല? മീൻ കഴിക്കില്ല, ബീഫ് കഴിക്കും. മീനായിട്ട് നീ കംഫർട്ടബിൾ അല്ലേ? മീൻ്റെ മുള്ളായിട്ട് കംഫർട്ടബിൾ അല്ല, മണമായിട്ട്. അപ്പൊ നിനക്ക് ചിക്കൻ ബിരിയാണി ഇപ്പോഴും ഒരു ഇഷ്ടമായിട്ടില്ല? നിനക്ക് ചിക്കൻ ബിരിയാണി ഓവർ റേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? ആൾക്കാർ ഇനി ആവുമായിരിക്കും ഞാൻ കംഫർട്ടബിൾ ആവുമ്പോ. ഓക്കെ, എത്രയും പെട്ടെന്ന് നീ കംഫർട്ടബിൾ ആവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കും. ഒരു കാര്യം ചെയ്യ്, നീ മഹാദേവൻ ഇവന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെടുക്കുക ഇതൊക്കെ. അല്ല, എല്ലാത്തിനും ഉത്തരം നമുക്കിത് എന്ന് വേണം പറയാലോ. നീയാണ് ഫോക്കസ് ഇതിനകത്ത്. എൻ്റെ ഒരു ചോദ്യം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതായത് മുതിർന്നു എന്ന് തോന്നിയ അഡൽട്ടായി എന്ന റിയലൈസേഷൻ വന്ന മൊമെന്റ് ഏതാണ്? കക്കുസേരി എന്ന് പറയരുത്. ഈ ഫിലോസഫി പറയാൻ തുടങ്ങിയത് എപ്പോഴാ? അതിലൊരു മൊമെന്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പ്രൊഡക്ഷന്റെ ഫ്ലാറ്റിലിരിക്കുക. അപ്പോഴേക്ക് ഇവര് മറ്റേ നോളന്റെ ഇന്റർവ്യൂ ഒക്കെ വെച്ചോണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞ് ഇവര് കിടന്നുറങ്ങി. അപ്പൊ ഞാൻ അത് മാറ്റിയിട്ട് ഞാൻ അതല്ല ഞാൻ ചിരിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്.
അത് മാറ്റിയിട്ട് ഞാൻ ഗിരീഷ് പുത്തഞ്ചേരി ഇന്റർവ്യൂ ഒക്കെ എടുത്താണ്. അവര് രാവിലെ എണ്ണിട്ട് നോക്കി ഇതൊക്കെ ആരുടെ കണ്ടത്, ഹിസ്റ്ററി മൊത്തം മറ്റേ പഴയ ആരും കൊതിക്കുന്ന അതൊക്കെ ആരും കൊതിക്കുന്ന ഒരാൾ വന്നു എന്തോ സ്വകാര്യം ആ മൊമെന്റിൽ മനസ്സിലായി അവര് 10-35 വയസ്സുണ്ട്, അവര് ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ട് പരിപാടി പിടിക്കുക. നമ്മൾ തുടങ്ങണേ ഉള്ളൂ. ഇപ്പൊ ഗിരീഷ് പുത്തഞ്ചേരി ലെവല് പുള്ളിയുടെ കൂടെ ഒക്കെ ഇരുന്ന് ഇരിക്കണമെന്നൊക്കെ ഉണ്ട്. ഏത് മരിച്ചുപോയ ഗിരീഷ് പുത്തഞ്ചേരിയുടെ കൂടെയാ? അതാ പറ്റിയില്ലല്ലോ, അപ്പൊ ഞാൻ വേറെ ജനറേഷൻ ആയിപ്പോയില്ല. അത് നമ്മുടെ വേറൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നീ കൊറേ കത്തിക്കണ്ടല്ലോ. ഇത് കൊള്ളാം കേട്ടോ, നല്ല ദിവസം നീ പറ്റായിരിക്കും. പിടിക്കട്ടെ, പിടിച്ചോ. ലൈഫ് റീവൈൻഡ് ചെയ്ത് ടൈം മെഷീൻ ത്രൂ തിരിച്ചു പോകാൻ പറ്റുവാണെങ്കിൽ നീ പോയി മാറ്റി ചെയ്യുന്നൊരു കാര്യം എന്തായിരിക്കും? എന്നെ പട്ടി അടിച്ചു. ആ പട്ടിയെ രക്ഷപ്പെടണം എനിക്ക്. അത് ഭയങ്കര പ്രശ്നമായി. കൊച്ചിയിലേക്ക് വന്നതൊക്കെ ട്രോമയാണ്. പട്ടി പിന്നെ കൊറേ ഫുഡിന് ഡയറ്റ് പുളിയുള്ള. ഏത് സമയത്തായിരുന്നത്? 10 വയസ്സില്. 10 വയസ്സിൽ നിന്നെ പട്ടി അടിച്ചു. ഞാൻ ബാലരമ വാങ്ങാൻ പോയതാ കടേ ഞായറാഴ്ച. അമ്മ പറഞ്ഞ പോവണ്ട പോവണ്ടെന്ന് പറഞ്ഞു. എന്റെ ലാസ്റ്റ് മഞ്ഞപ്പൊടിയും കൂടെ വാങ്ങിച്ചോണ്ടരാൻ പറഞ്ഞു. പട്ടി കടിച്ചെടുത്ത് ഇടാനോ? അല്ല, അല്ലാണ്ട് നേരത്തെ അറിയാം എന്തായാലും പട്ടി കടിക്കും. മഞ്ഞപ്പൊടി ഇടണം നമുക്കറിയാവുന്നത്. പട്ടീനെ ഒഴിവാക്കുമായിരുന്നു. അന്ന ഷാപ്പിന്ന് എന്തോ അടിച്ചിട്ട് വന്ന് എന്തോ കഴിച്ചിട്ടൊക്കെ അവിടെ നിൽക്കുക, കൊഴുത്തൊരു സാധനം ഷാപ്പിന്ന്. അങ്ങനെ അപ്പോഴേക്കും നടന്നു വന്ന് കുറച്ചേരം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനും നോക്കി. എനിക്കറിയില്ല റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കുമ്പോ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പെണ്ണ് ഓടി വന്ന് കടിച്ച് ഞാൻ വീണു. എന്നിട്ട് അവനെ എല്ല് തട്ടിയപ്പോ അവൻ പോയി. എന്നിട്ട് പോയി. ഞാൻ പിന്നെ ഓർത്തു ഇനി ബാലരമ വാങ്ങണോ. ഞാൻ കാലം നോക്കിട്ട് ചോര വരുന്നുണ്ട്. ഞാൻ വീട്ടിലോട്ട് ഓടി. ആൾക്കാരൊക്കെ നോക്കുമ്പോ ഞാൻ ഓടുന്നു, കാലിലോട്ട് നോക്കുന്നില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഓടി വീട്ടിൽ ചെന്ന് കയറിയപ്പോഴൊക്കെ അമ്മ കാറിക്കൊണ്ട് പുറത്തോട്ടോ. അയ്യോ എന്റെ മോനെ പട്ടി കടിച്ചെന്ന് പറഞ്ഞ ഒറ്റ ഓട്ടം. എന്നിട്ട് അപ്പുറത്ത് കുടുംബശ്രീ ഉണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് ഭയങ്കര എന്നിട്ട് അപ്പുറത്തെ കുടുംബശ്രീക്കാരൊക്കെ ഓടി വന്നു. അവരതിൻ്റെ ഇടയിൽ കിടന്ന് ലോണിന്റെ ചർച്ച. അതവിടെ നിക്കട്ടെ. ഒരച്ചോണ്ടൊക്കെ ചർച്ച ചെയ്യുക. കാലൊക്കെ സോപ്പിട്ട് തിരുമ്മി എന്താ ആശുപത്രി കൊണ്ടുപോയി. ഇഞ്ചക്ഷൻ എടുത്താ കയ്യിലെടുത്ത. ഇംഗ്ലീഷ് മരുന്നല്ലേ? അപ്പൊ പത്യുണ്ട് ഇംഗ്ലീഷ് മരുന്ന്. പത്തിയല്ല, പക്ഷെ വീട്ടുകാർക്ക് പേടിയാണ്. നാട്ടുകാരും പറഞ്ഞു വരത്തുമല്ലോ. ഫുഡ് റെസ്ട്രിക്റ്റ് ഇത് പട്ടീനെ കൊന്നിട്ട് എന്നെ ഫോട്ടോ കൊണ്ട് കാണിച്ചു ഇതായിരുന്നു എന്നൊക്കെ. സൂമൊക്കെ അമ്മന് മറകുണ്ട് അതൊക്കെ തന്നെ. പട്ടീനെ കൊന്നാലല്ലേ പ്രശ്നം. ജീവനോട് ഇരിക്കണെങ്കിൽ അതിന് പേ ഉണ്ടായിരുന്നില്ലെന്ന് അറിയാൻ പറ്റത്തില്ല. പട്ടി ആര് കൊന്നു? ആൾക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. നമ്മുടെ ആരൊക്കെയോ കടിച്ചു, വേറെ കുറെ പേരെ കടിച്ചു. കടിക്കണ പറ്റിയാ 2 അടിച്ചിട്ട് ഇറങ്ങണ പറ്റിയത്. നീ ടൈം ഇത് മെഷീൻ വഴി തിരിച്ചു പോയി. ആ ബാലരമ വാങ്ങിക്കാൻ നിൽക്കുന്ന മൊമെന്റാ. നീ എന്ത് ചെയ്യും? ബാലരമ വാങ്ങാൻ പോയില്ല. പോകത്തില്ല. തീരുമാനിച്ചു വീട്ടിനകത്ത് തന്നെ പഴയത് വാങ്ങിക്കും. അന്ന് നിന്റെ തല ഓട് വീണ് നീ മരിക്കും. ഫാനൊക്കെ ഇളകി വീഴും. നിങ്ങൾക്കൊരു സിനിമയിലെ ഹീറോ ആയി ജീവിക്കാൻ ഒരവസരം കിട്ടിയാൽ ഏത് ക്യാരക്ടറായിട്ട് ജീവിക്കും? ക്രിഷ് സൂപ്പർ ഹീറോ ആയിട്ട്. കൃഷിനെ ചൂസ് ചെയ്യാൻ കാര്യം? കൃഷി എനിക്ക് ആ സമയത്ത് ഭയങ്കര ഇങ്ങനെ പടിന്നൊക്കെ ഇറങ്ങി ചാടി ശക്തിമാൻ കുറവാ കണ്ടിട്ടില്ല. ഇങ്ങനെ കറങ്ങുമ്പോ ആ പട്ടി അടിക്കാൻ വന്നപ്പോഴല്ലോ ഇങ്ങനെ കറങ്ങിയാണല്ലോ പറഞ്ഞു. ആ കറങ്ങണേന്റെ ഉള്ളിൽ പട്ടി വേട്ട പട്ടിനെ കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ വീണിട്ട് കിടന്ന് കറങ്ങി. നിങ്ങളെ കൃഷി ഞങ്ങളുടെ ശക്തിമാൻ ഫൈറ്റ് ചെയ്താണല്ലോ. ശക്തിമാനെ ജയിക്കത്തുള്ളൂ. പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു. നെഞ്ചത്ത് പൂവൊക്കെ ഉണ്ട്. പെണ്ണുണ്ട്. പക്ഷെ പെണ്ണുണ്ട്. ശക്തിമാൻ വേണ്ടെന്ന് വെച്ചിട്ടാ. പെണ്ണില്ലേ? കൃഷ്ണന് പെണ്ണുണ്ട്. അത് കൃഷ്ണൻ അല്ല. കൃഷ്ണന് പെണ്ണുണ്ട്, ശക്തിമാനും പെണ്ണുണ്ട്. ശക്തിമാന്റെ പുറകെ നടക്കും. ശക്തിമാൻ പെണ്ണിനെ കൊണ്ട് കറക്കത്തില്ല. അതും കറങ്ങും. ആ കറക്കത്തിൽ എന്തൊക്കെ നടക്കുന്നത് അതായത് അറിയത്ത് പോലും ഇല്ല. അല്ല, അവനത് ഓൾറെഡി കറങ്ങാൻ പോകുന്നുണ്ട് പെണ്ണിനെ കൊണ്ട്. അപ്പൊ അവന് ബാക്കി കൃഷിന്റെ സൂപ്പർ പവർ കിട്ടിയാൽ മതി. നമ്മളിവരെ ടീസ് ചെയ്തിട്ട് തിരിച്ചവൻ അടിക്കുന്നില്ലല്ലോ. പണ്ടിങ്ങനെ അല്ലായിരുന്നു. നമ്മുടെ കാർത്തി മാറിപ്പോയി. നമ്മുടെ സിനിമയിലോട്ട് പോയത് ക്യാമറ വെച്ചേക്കുന്നുണ്ട്.
അതുകൊണ്ടാണോ? എനിക്കറിയാം പിന്നെ സിനിമ പിന്നെ മറ്റേ കാര്യത്തിലും എന്ത് നിങ്ങൾ നീ ക്യാമറ കോൺഷ്യസ് ആണോ? ഇത് ക്യാമറ വെച്ചേക്കുന്നോണ്ട് ടോക്കിലൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. 2 മണിക്കൂറായിട്ടോ ക്യാമറമാന്റെ സ്റ്റാർട്ടിംഗ് ട്രബിൾ പോയി. അവർ എൻഡിങ് ട്രബിളിലാണ്. ഇത് എപ്പോ എൻഡ് ആവുന്നുള്ള ട്രബിളിലാണ്. ഞാൻ എന്നും ഇരുന്നാ സെറ്റ് ആവും. ഓക്കെ, എല്ലാ എപ്പിസോഡിലും ഇരുത്താം. നീ തന്നെ ഗസ്റ്റ് അങ്ങനെ പാർട്ട് 2 ഒക്കെ പോയിട്ട് വരാനോ? പാർട്ട് 2 ഒക്കെ സെറ്റ് ആവും. സൂപ്പർ. ആലപ്പുഴ ജിംഖാന ഇറങ്ങുന്ന സമയത്ത് നമ്മൾ നിന്നെ അത് ഒന്ന് പിടിക്കാം. അപ്പൊ ആ മറ്റേ പയ്യനുണ്ട്, എന്താ അവന്റെ പേര്, നെസ്ലിനാ, അവനെ വിളിച്ചോണ്ട് വരണം നീ ഫ്രീ ആണെങ്കിൽ. അപ്പോൾ നീ കഴിഞ്ഞ 2 മണിക്കൂർ നമ്മളോട് ഇരുന്ന് നിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക്. ആദ്യമായിട്ടാണ് ഞാൻ പോഡ്കാസ്റ്റ് വന്ന. സാധാരണ ഒരാൾ അവിടെ ഇരിക്കും, ചോദ്യം മാത്രം ചോദിക്കും, ഉത്തരം വന്നോണ്ടിരിക്കും. ഇത് നിനക്ക് വലിയ ടെൻഷൻ ഇല്ല, കാരണം പകുതി കഥ അവന്മാര് പറഞ്ഞു. അതെ, ഞാൻ തൊണ്ട വയ്യാത്തോണ്ട് ഞാൻ അധികം മിണ്ടിയില്ല, ഇടയ്ക്കിടയ്ക്ക് കുരയ്ക്കുന്നേ ഉള്ളായിരുന്നു. അപ്പൊ ഒരു നമ്മളെ പിന്നെ അറിയാവുന്നവരാണ്. പിന്നെ പോഡ്കാസ്റ്റ് ആദ്യമായോണ്ട് എങ്ങനെയാന്ന് മനസ്സിലായത് തന്നെ ടൈം എടുക്കും. ബാക്കിയെല്ലാം സെറ്റാ. ഇതിൽ സെറ്റാവേണ്ട സാധനം മാത്രം സെറ്റല്ല, ബാക്കിയെല്ലാം സെറ്റാ. അപ്പൊ നമ്മൾ കാർത്തികിനെ അടുത്ത ആലപ്പുഴ ജിംഖാനയുടെ സക്സസിന് ശേഷം കാർത്തിക് നമ്മൾ തിരിച്ചു വീണ്ടും കൊണ്ടുവരണമായിരിക്കും. നീ ഇത്തിരി വിഷമിച്ചിരുന്ന ടാസ്ക് എല്ലാം കഴിഞ്ഞ് പുതിയ ടാസ്കുകളും പുതിയ ഗെയിം സെഷനും ഒക്കെ വരുമ്പോൾ നിന്നെ അടുത്തോണ്ട് വീണ്ടും വിളിക്കാം. ആലപ്പുഴ ജിംഖാന. ഓക്കെ, എപ്പിസോഡ് അതിൻ്റെ